വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ജാനുവരിയിൽ CSEB നടത്തിയ എക്സാമിൻ്റെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 2026 ജാനുവരി ബാങ്കിങ് ക്വസ്റ്റ്യൻസ് 1074/2025 ഒരു എക്സാം, അതായത് December 29, 2025 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നില്ല. 2025 ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. ബാങ്കിങ്ങിൻ്റെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDFs അവിടെ ഫോൾഡർ വൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പെയ്ഡ് ഗ്രൂപ്പാണ് കേട്ടോ. ടെലഗ്രാമിലാണ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ 1074 ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ആസ് പെർ സെക്ഷൻ 22 ഓഫ് NI ആക്ട് ഡേയ്സ് ഓഫ് ഗ്രേസ് ആർ അലൗഡ് ഇൻ കേസ് ഓഫ്, അതായത് സെക്ഷൻ 22 പറയുന്നുണ്ട് ഡേയ്സ് ഓഫ് ഗ്രേസ് ആണ്, മെച്യൂരിറ്റിയാണ് സെക്ഷൻ 22 പറയുന്നത്. മെച്യൂരിറ്റീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെക്ഷൻ 22 ഡേയ്സ് ഓഫ് ഗ്രേസ് അലൗ ചെയ്യുന്നത് ഏത് കേസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിമാൻഡ് ഡ്രാഫ്റ്റിലാണോ, ചെക്കിലാണോ, ഉസാൻസ് ബില്ലാണോ, പ്രോമിസറി നോട്ടാണ്. അപ്പോൾ ഉസാൻസ് ബിൽ എന്ന് പറഞ്ഞാൽ ടൈം ബിൽ എന്നറിയപ്പെടുന്ന ഉസാൻസ് ബിൽസിലാണ് എന്ത് കൊടുക്കുന്നത്, ഡേയ്സ് ഓഫ് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഉസാൻസ് ബില്ല് അല്ലെങ്കിൽ ടൈം ബില്ലിലാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 22 തന്നെ പറയുന്നുണ്ട്, സ്പെസിഫിക്കലി പറയുന്നുണ്ട് എന്ത്, ഡിമാൻഡ് ഓർ അറ്റ് സൈറ്റ് ഫ്രം ഗ്രേസ് ഡേയ്സ്, ആ സമയത്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് പേ ചെയ്യുക എന്നുള്ളത്. അതിൽ 20 പറയുന്നത്, നമ്മൾ 22 ഇവിടെ പറഞ്ഞത്. മെച്യൂരിറ്റിയെ ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്, 22 കേട്ടോ. അപ്പോൾ സെക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. സെക്ഷൻ 20 പറയുന്നത് ഇൻക്വയറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്, ഇൻകംപ്ലീറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻകംപ്ലീറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് സെക്ഷൻ 20 പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ലാത്ത, അതായത് മുഴുവനായിട്ട് എഴുതി പൂർത്തിയാക്കാത്ത എന്ന് വെച്ചിട്ട് സൈൻ ഇടാത്തതല്ല ഉദ്ദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ, ഇപ്പം ഫിഗേഴ്സ് മാത്രം എഴുതി അല്ലെങ്കിൽ എമൗണ്ട് മാത്രം എഴുതി ഫിഗർ എഴുതിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ, അതായത് എമൗണ്ട് നിർബന്ധമായിട്ട് വേണം. എമൗണ്ട് ചിലപ്പം നമ്മൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതുമല്ലോ. അപ്പോൾ അത് അക്കത്തിൽ എഴുതി അക്ഷരത്തിൽ എഴുതിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇൻക്വയറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, സെക്ഷൻ 22 മെച്യൂരിറ്റിയാണ്. മെച്യൂരിറ്റിയിലാണ് ഈ ഡേയ്സ് ഓഫ് ഗ്രേസ്. 3 ദിവസമാണ് സാധാരണ ഡേയ്സ് ഓഫ് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 25 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഹോളിഡേയിൽ വന്നു എന്ന് വിചാരിക്കുക. ഹോളിഡേയിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീഡിങ് ബിസിനസ് ഡേയിലാണ് അത് പിന്നെ പേയ്മെൻറ്റ് നടത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. സെക്ഷൻ 25 പറയുന്നത് വെൻ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് എ ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീഡിങ് ബിസിനസ് ഡേയിലാണ് അത് പിന്നെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 22 എന്താണ്, 22 മെച്യൂരിറ്റിയാണ്. ഡേയ്സ് ഓഫ് ഗ്രേസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 22 ആണ് NI ആക്ടിൽ. ഡേയ്സ് ഓഫ് ഗ്രേസ് എത്രയാണ് കൊടുക്കുന്നത്, 3 ദിവസമാണ് കൊടുക്കുന്നത്. ഉസാൻസ് അല്ലെങ്കിൽ ടൈം ബില്ലിനാണ് നോർമലി കൊടുക്കുന്നത്. സെക്ഷൻ 25 പറയുന്നത് വെൻ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീഡിങ് ബിസിനസ് ഡേ ആണ് അത് പേയ്മെൻറ്റ് നടത്തുക. ഈ പബ്ലിക് ഹോളിഡേ ആരാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ, ഒഫീഷ്യൽ ഗസറ്റിൽ പുറപ്പെടുവിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആണ് പബ്ലിക് ഹോളിഡേ ഡിക്ലെയർ ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്യുക. സെക്ഷൻ 26 ചോദിക്കാറുണ്ട്, മൈനർ may endorse, deliver and negotiate instruments so as to bind all parties except himself എന്ന് പറയുന്നതാണ് സെക്ഷൻ 26. മൈനർക്ക് എൻഡോസ് ചെയ്യാം, ഡ്രോ ചെയ്യാം, ഡെലിവർ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ആൾക്ക് എന്തില്ല, ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഒരു പാർട്ടി എന്ന നിലയ്ക്കുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനുള്ള ഒരിതും മൈനർക്കില്ല. പക്ഷേ മൈനർക്ക് എൻഡോസ് ചെയ്യാം, ഡെലിവർ ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാമെന്നാണ് സെക്ഷൻ 26 പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തുള്ള ഒരുപാട്, നമ്മുടെ NI ആക്ടിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തുള്ളത് മാത്രമാണ് കവർ ചെയ്തത് കേട്ടോ. സെക്ഷൻ 22 അടുത്ത പരിസരത്തുള്ളതാണ് നമ്മൾ നോക്കിയത്. സെക്ഷൻ 20 ഇൻക്വയറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. സെക്ഷൻ 22 മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് 3 days ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 25 വെൻ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഹോളിഡേയിൽ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീഡിങ് ബിസിനസ് തുടർന്ന് വരുന്ന ബിസിനസ് ഡേയിലാണ് കൊടുക്കുക. പബ്ലിക് ഹോളിഡേ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് കേട്ടോ. ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ആണ്. സെക്ഷൻ 26 പറയുന്നത് മൈനർക്ക് എൻഡോസ് ചെയ്യാം, ഡ്രോ ചെയ്യാം, ഡെലിവർ ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, പേഴ്സൺ ലയബിൾ ആസ് എ പ്രിൻസിപ്പൽ ഡെറ്റർ ഓൺ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ ആക്സെപ്റ്റഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ലയബിലിറ്റി ആർക്ക് തന്നെയാണ്, ഡ്രോയർക്ക് തന്നെയാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ആക്സെപ്റ്റൻസ് മസ്റ്റാണ്. പ്രോമിസറി നോട്ടിലാണ് എന്ത്, ആക്സെപ്റ്റൻസ് നിർബന്ധമില്ലാത്തത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്റൻസ് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സെപ്റ്റൻസ് അവിടെ നിർബന്ധമായതുകൊണ്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു ബില്ല് ഡ്രോയറുടെ ലയബിലിറ്റിയാണ്.
സോ ദ ഡ്രോയി ഈസ് നോട്ട് ലയബിൾ അൺടിൽ ദേ സൈൻ ആൻഡ് ആക്സെപ്റ്റ് ദ ബിൽ. ഡ്രോയി എപ്പോഴാണ് ലയബിൾ ആവുന്നത്? ഓൺലി ദേ സൈൻ ആൻഡ് ആക്സെപ്റ്റ് ദ ബിൽ. ഓക്കെ, അക്സെപ്റ്റൻസ് വന്നാൽ മാത്രമേ അവിടെ ലയബിലിറ്റി ഉള്ളൂ. അല്ലാത്തടത്തോളം കാലം ആർക്കാണ്? ഡ്രോയർക്ക് തന്നെയാണ് ലയബിലിറ്റി ഉള്ളത് കേട്ടോ. സോ ഉത്തരം വരുന്നത് ഡ്രോയറാണ്. അടുത്തത് ബാങ്കേഴ്സ് ലീൻ. ബാങ്കേഴ്സ് ലീൻ എന്താണ്? ജനറൽ ലീനുമാണ്, കൂടാതെ ഇംപ്ലൈഡ് പ്ലഡ്ജുമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ബാങ്കേഴ്സ് ലീൻ എന്താണ്? ഇംപ്ലൈഡ് പ്ലഡ്ജാണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്നാണ് പറയുക. ഓക്കെ, ഒരു പണയ വസ്തുവിനെ പോലെ തന്നെയാണ് ജനറൽ ലീൻ. ജനറലായിട്ടുള്ള ലീൻ എന്ന് വെച്ചാൽ അത് പിടിച്ചു വെക്കാനുള്ള അവകാശം അല്ല. എന്താ ലീൻ എന്ന് വെച്ചാൽ റൈറ്റ് ടു പൊസഷൻ, പിടിച്ചു വെക്കാനുള്ള അവകാശമാണ്. ആ ഒരു പ്രസ്തുതമായ തുക തുകയാവാം എന്താവാം, അത് കൊടുത്തു തീർത്താൽ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ. അതുവരെ അവർക്ക് പിടിച്ചു വെക്കാനുള്ള അവകാശമാണ് ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ബാങ്കറുടെ ലീൻ വ്യത്യസ്തമാണ്. ബാങ്കറുടെ ലീൻ ജനറൽ ലീനാണ്, കൂടാതെ ഇംപ്ലൈഡ് പ്ലഡ്ജുമാണ്. കാരണം ബാങ്കർക്ക് അത് ഹോൾഡ് ചെയ്യുക, അതായത് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗുഡ്സ് ഹോൾഡ് ചെയ്യുക മാത്രമല്ല, അത് റൈറ്റ് ടു സെല്ല് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് വരുത്തുമ്പം സെല്ല് ചെയ്യാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? ബാങ്കർക്കുണ്ട്. സോ ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജുമാണ്, ജനറൽ ലീനുമാണ് എന്നാണ് പറയുന്നത്. വേറെ ലെൻഡർ അല്ലെങ്കിൽ ബാങ്ക് പോലത്തെ ലെൻഡർ ഹോൾഡ്സ് എ ഡെറ്റേഴ്സ് സെക്യൂരിറ്റീസ് ഓർ ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ എ ലോൺ. ഒരു ലോണിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് അവർ പിടിച്ചു വെച്ച വസ്തുക്കളിൽ അവർക്ക് എന്തുണ്ട്? റൈറ്റ് ടു സെൽ ദം. അപ്പോൾ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ റൈറ്റ് ടു സെൽ ചെയ്യാനുള്ള അവകാശം കൂടി അവരിൽ എന്താണ്? നിക്ഷിപ്തമാണെന്നാണ് പറയുന്നത്. അതാണ് ബാങ്കേഴ്സ് ലീൻ ഈസ് എ ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഡെബിറ്റ് ബാലൻസ് ഇൻ വൺ അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ അനദർ അക്കൗണ്ട് ഓഫ് ദ സെയിം കസ്റ്റമർ ബൈ ബാങ്ക്. എന്താണ് പറയുകയെന്നാണ്. അതായത് ഒരു റൈറ്റാണ്. ആരുടെ റൈറ്റാണ്? ബാങ്കറുടെ റൈറ്റാണ് കേട്ടോ. ഡെബിറ്റ് ബാലൻസ്, ഒരു അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് മറ്റൊരു അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസുമായിട്ട് തട്ടിക്കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ അതിന് എന്താണ് പറയുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്? എഗ്രിമെൻ്റ് ആണോ, ലീനാണോ, ഗാർണിഷി ആണോ, സെറ്റ് ഓഫ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാങ്കിൻ്റെ അടുത്തൊരു റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. റൈറ്റ് ടു സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റൈറ്റാണ് അല്ലേ? റൈറ്റ് ടു കമ്പൈൻ 2 or more അക്കൗണ്ട്സ് ഹാവിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സെയിം. അതായത് 2 അക്കൗണ്ടുകൾ, 2 or more അക്കൗണ്ടുകൾ വേണം കേട്ടോ. 2 or more അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യുക. ഒന്നെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആവാം, ഇൻ ദ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലാണെങ്കിലും ഇതെന്താണ്? വർക്ക് ചെയ്യും. പക്ഷേ സെയിം ബാങ്കിലായിരിക്കണം. ഓക്കെ, ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ സെയിം ബാങ്ക്, പ്രത്യേകം നോട്ട് ചെയ്യണം. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ സെയിം ബാങ്ക്, അവിടെയാണ് റൈറ്റ് ടു സെറ്റ് ഓഫ് വർക്ക് ചെയ്യുക. ഓക്കെ, 2 or more അക്കൗണ്ട് മസ്റ്റ് ബി ആണ്, വേണം. സെയിം നെയിമിലായിരിക്കണം കേട്ടോ. അപ്പം ഒരാൾ ഹസ്ബൻഡും അല്ലെങ്കിൽ മറ്റേയാൾ വൈഫുമാണെങ്കിൽ അവരുടെ തമ്മിലല്ല സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഒരേ വ്യക്തിയുടെ തന്നെ 2 ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളായിരിക്കണം കേട്ടോ. 2 or more അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദ സെയിം നെയിമിലായിരിക്കണം. അതുപോലെ സെയിം കപ്പാസിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഒരു ട്രസ്റ്റി ആയിട്ട് ഒരാളുണ്ട്, അയാൾക്കൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ സെറ്റ് ഓഫ് ചെയ്യുന്ന പോലെ ട്രസ്റ്റിയുടെ അക്കൗണ്ടിൽ എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? അല്ല. അയാൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലുള്ളത് ഒരു അക്കൗണ്ട് അല്ലേ ഉള്ളൂ. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ട് അല്ലല്ലോ, അത് റെപ്രസെൻറ്റേറ്റീവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അതെടുക്കാൻ പറ്റുമോ? അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അയാൾ പാർട്ട്ണറായിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി അയാൾക്കുള്ള അക്കൗണ്ടാണ്. അപ്പോൾ അതൊന്നും അയാളുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സെയിം കപ്പാസിറ്റിയിലുള്ള 2 അക്കൗണ്ടുകളായിരിക്കണം അയാളുടെ പേരിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ എമൗണ്ട് മ്യൂച്വൽ സെർട്ടൈനൊക്കെ ആയിരിക്കണം എന്ന് പ്രത്യേകമുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു ആക്റ്റിലൊന്നും റൈറ്റ് ടു സെറ്റ് ഓഫിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നോട്ടീസ് നൽകാതെ ചില സമയത്ത് അവർക്കത് നടത്താൻ പറ്റും. നോട്ടീസ് ഇല്ലാതെ തന്നെ. പക്ഷേ ശരിക്കും പ്രയർ കൺസെൻറ്റ് വേണം കേട്ടോ. കസ്റ്റമറുടെ പ്രയർ കൺസെൻറ്റ് വേണം, ഒബ്റ്റെയിൻ ചെയ്യണം കൺസെൻറ്റ് കസ്റ്റമറുടെ ബിഫോർ എക്സസൈസിങ്. ഇത്തരത്തിലുള്ള റൈറ്റ് സെറ്റ് ഓഫ് നടത്തുന്നത് ബാങ്കർക്ക് തോന്നുമ്പോഴല്ല കേട്ടോ. റൈറ്റ് ടു സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം കൊടുക്കേണ്ടത് ആരാണ്? കസ്റ്റമർ തന്നെയാണ്. കസ്റ്റമറുടെ പ്രീവിയസ് സാങ്ഷൻ വാങ്ങിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക? ബാങ്ക് ഇത് ചെയ്യുക. അല്ലെങ്കിൽ ബാങ്ക് ലയബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നോട്ടീസ് ഇല്ലാതെ നടത്താം. ഏതൊക്കെ കേസിലാണ് നോട്ടീസ് ഇല്ലാതെ നടത്താൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്തും ഇൻസോൾവൻസിയും ഇൻസാനിറ്റിയും ഒക്കെ വരുമല്ലോ.
ഓക്കെ, ആ സമയത്തൊക്കെ നോട്ടീസൊന്നും പ്രൊവൈഡ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ഗാർണിഷ് ഓർഡർ പെട്ടെന്ന് വന്നു, അപ്പം എന്ത് ചെയ്യാം, നോട്ടീസ് കൊടുക്കാതെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഡെത്ത് വന്നു, നോട്ടീസ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, എക്സസൈസ് പ്രയർ നോട്ടീസ് കൊടുക്കാതെ തന്നെ സെറ്റ് ഓഫ് നടത്താൻ പറ്റും. ഇൻസോൾവൻസി വന്നാൽ പറ്റും, ഇൻസാനിറ്റി വന്നാൽ പറ്റും. പിന്നെ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോഴും പറ്റും കേട്ടോ. അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബാങ്കിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ബാങ്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത എമൗണ്ടൊക്കെ പിൻവലിച്ചു കൊണ്ടുപോയി പിന്നെ ബാങ്ക് എവിടെ പോയി റൈറ്റ് ടു സെറ്റ് ഓഫ് നടത്തും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ബാങ്കിന് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെയാണ് മേജർ കേസസ് പറയുന്നത്. മാൻഡേറ്റ് എന്താണ്? മാൻഡേറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഉപകാരപ്പെട്ട വീഡിയോ ആണ്. മാൻഡേറ്റ് മാത്രമല്ല, മാൻഡേറ്റും പവർ ഓഫ് അറ്റോർണിയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാൻഡേറ്റ് ഈസ് ആൻ അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് ആണോ, സ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് ആണോ, ലെറ്റർ ഓഫ് അതോറിറ്റി ആണോ, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ ചോദിച്ചിട്ടുണ്ട്. മാൻഡേറ്റ് എന്താണ്? ഒരു അതോറിറ്റി ലെറ്റർ കൊടുക്കുകയാണ് അക്കൗണ്ട് ഹോൾഡർ ഒരു തേർഡ് പാർട്ടി ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട്, തൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു അതോറിറ്റി ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ലെറ്റർ കൊടുക്കുമ്പം തന്നെ അത് ഗിവൺ ഓൺലി ബൈ കസ്റ്റമറാണ് കൊടുക്കുന്നത് അല്ലേ. ഒരു വാലിഡ് കോൺട്രാക്റ്റ് പോലെയാണ് കൊടുക്കുന്നത്, മാൻഡേറ്റ് കൊടുക്കുന്നത്. ബാങ്കിനെ ഇൻഫോം ചെയ്യുമെന്ത്, ഈ അതോറിറ്റി ഞാനിങ്ങനെ ഒരു തേർഡ് പാർട്ടീനെ എൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ഥലത്തുണ്ടാവില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാവുമ്പോഴാണല്ലോ കൊടുക്കുക. ട്രാൻസാക്ഷൻസൊക്കെ അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നോർമലി ഷോർട്ട് ഡ്യൂറേഷനിലാണ് പ്രൊവൈഡ് ചെയ്യാറ് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ അത് വിഡ്രോൺ ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ഹോൾഡർക്ക് എന്നെ വിഡ്രോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിവോക്കേഷൻ എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാൻ പറ്റും, മാൻഡേറ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അതൊന്നും ഒരു സ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് അല്ല കേട്ടോ, അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് ആണ് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റാമ്പ് ചെയ്യേണ്ടത് എന്താണ്, പവർ ഓഫ് അറ്റോർണിയാണ്. പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത് നിർബന്ധമായിട്ടും എന്താണ്, അത് സ്റ്റാമ്പ്ഡ് ആണ്. പവർ ഓഫ് അറ്റോർണി സ്റ്റാമ്പ്ഡ് ആണ്, മാൻഡേറ്റ് ഒരു അൺസ്റ്റാമ്പ്ഡ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പേഴ്സൺ ടു ഹൂം നെക്സ്റ്റ് നമ്മൾ സ്റ്റാമ്പ്ഡ്, അതായത് മാൻഡേറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് നോക്കുക. നോട്ട്സ് വേണമെങ്കിൽ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വായിച്ച് നോക്കുക കേട്ടോ. മാൻഡേറ്റിൻ്റെ പേഴ്സൺ ടു ഹൂം എ പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ഈസ് കോൾഡ്, അതായത് ആർക്ക് കൊടുക്കുന്ന ആളും തമ്മിൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ഇതാണ് പവർ ഓഫ് അറ്റോർണി പറഞ്ഞത്. അപ്പോൾ മാൻഡേറ്റ് പറഞ്ഞ പോലെ നമ്മളൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ് എന്ത്, പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഡോണർ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ് അവിടെ എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. പേഴ്സൺ ടു ഹൂം എ പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ഈസ് കോൾഡ് ഡോണി ആൻഡ് ഹൂ ഗീവ്സ്, ആരാണോ നൽകുന്നത് അയാൾ ഡോണർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ ഓഫ് അറ്റോർണി ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതൊരു ഒരു ഡോണർ, അതായത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അനദർ പേഴ്സൺ. ഈ ഏജൻറ്റിനെ പറയുന്നതാണ് ഡോണി എന്ന് കേട്ടോ. ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് ടു ആക്ട് അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് ആസ് പെർ ദ അതോറിറ്റി. ഈ ഒരു അതോറിറ്റി അവർക്ക് നൽകുകയാണ്. ഓക്കെ, പവർ ഓഫ് അറ്റോർണി ഡോക്യുമെൻറ്റിലൂടെ നൽകുകയാണ്. അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏജൻറ്റിനെ പറയുന്ന പേരെന്താണ്, ഡോണി എന്നും. ആരാണോ പ്രിൻസിപ്പൾ അയാളെ പറയുന്നത് ഡോണർ എന്നുമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി റൈറ്റ് ടു ഇൻഫോർമേഷൻ മീൻസ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്താണെന്നാണ്. റൈറ്റ് ടു ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ്, റൈറ്റ് ടു ടേക്കിംഗ് നോട്ട്സ്, എക്സ്ട്രാക്ട്സ് ഓർ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻ്റ് ഓഫ് റെക്കോർഡ്സ്, റൈറ്റ് ടു ടേക്കിംഗ് സർട്ടിഫൈഡ് സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽസ്, പിന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ആയിട്ട് വരും ഓൾ ഓഫ് ദി എബോവ് ആണ്. എന്തുണ്ട്, ആൻഡ് റൈറ്റ് ടു ഒരുപാട് പറയുന്നുണ്ട് അല്ലേ. ഓൾ ഓഫ് ദി എബോവിൻ്റെ കൂടെ എന്തൊക്കെയാണ് പറയണത്, റൈറ്റ് ടു ഒബ്റ്റൈനിങ് ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്ലെറ്റ്, ഫ്ലോപ്പീസ് എക്സെട്ര ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ ഓർ എനി അതർ ഡിവൈസ്. ഇതൊക്കെ റൈറ്റ് ടു ഇൻഫോർമേഷനായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂഡ് ടു ഫാർമേഴ്സ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ടു ഫാർമേഴ്സ് ടു വിഡ്രോ മണി ഫ്രം ATM, to purchase farm equipment, to purchase agricultural implements on credit from dealers, to meet their cultivation needs and non-farm requirements, including purchase of inputs and other short-term requirements and working capital requirements for allied activities. അപ്പോൾ കുറച്ച് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ KCC ആയി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ KCC ഇവിടെ പറഞ്ഞു വിഡ്രോ മണി ഫ്രം ATM, അത് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ KCC ഇപ്പം ATM എനേബിൾഡ് റുപ്പേ ഡെബിറ്റ് കാർഡ് ആയിട്ടാണ് KCC ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ഇപ്പോൾ KCC വരുന്നത് എങ്ങനെയാണ്, KCC എങ്ങനെയാണ് വരുന്നത്, ATM എനേബിൾഡ് റുപ്പേ ഡെബിറ്റ് കാർഡുകളായിട്ടാണ് ഇപ്പോൾ KCC കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ KCC ഇപ്പം ATM എനേബിൾഡ് ആണ്, ATM എനേബിൾഡ് റുപ്പേ ഡെബിറ്റ് കാർഡായിട്ടാണ് ഇപ്പോൾ KCC വരുന്നത് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ,
ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ KCC സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 1998 KCC ഫസ്റ്റ് മോഡൽ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നബാർഡ് തന്നെയാണ്. നബാർഡാണ് KCCയുടെ ഇംപ്ലിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നബാർഡിനെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഫസ്റ്റ് റെക്കമെൻഡഡ് കമ്മിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കേണ്ടത് RV ഗുപ്ത കമ്മിറ്റിയാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൻ്റെ RV ഗുപ്ത കമ്മിറ്റിയാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട കമ്മിറ്റി, ഫസ്റ്റ് കമ്മിറ്റി കേട്ടോ. രണ്ടാമത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് ഇഷ്യൂ ഇലക്ട്രോണിക് KCCയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ TM ബാസിൻ കമ്മിറ്റിയാണ്. അത് 2012 കേട്ടോ. TM ബാസിൻ കമ്മിറ്റി 2012. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. KCC സ്കീം സിംപ്ലിഫൈഡ് ആക്കി, അതായത് ഇലക്ട്രോണിക് ആക്കി മാറ്റിയത് ബാസിൻ കമ്മിറ്റിയുടെ TM ബാസിൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റും അതുപോലെ ആദ്യം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് അതുപോലെ അലൈഡ് ആൻഡ് നോൺ ഫാം ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് KCC സ്കീമിലേക്ക് ഉൾപ്പെടുത്തിയ വർഷം 2004 ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 2004 അലൈഡ് ആക്ടിവിറ്റീസും നോൺ ഫാം ആക്ടിവിറ്റീസും ഒക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർത്തത് എന്നാണ്? 2004 ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത പോയിൻ്റ് ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി ഉണ്ടല്ലോ, ആനിമൽ ഹസ്ബൻഡറിയും അതുപോലെ ഫിഷറീസും ഒക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള KCC ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എല്ലാ മൃഗപരിപാലനം പിന്നെ അങ്ങനത്തെ എല്ലാം ഫിഷറീസ് മത്സ്യകൃഷിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു. അതൊക്കെ വന്ന് 2019 അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത് 2019 ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ KCCയിലെ ഇപ്പം RBI കൊളാട്രൽ ഫ്രീ അഗ്രികൾച്ചറൽ ലോൺ ലിമിറ്റ് 1.60 ഇപ്പോൾ 2 ലക്ഷം ആക്കിയിട്ടുണ്ട് പെർ ബോറോവർ ലിമിറ്റ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ KCCയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല തന്നെയാണ് KCC. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ KCCയിൽ ശ്രദ്ധിക്കണം അല്ലേ. അവിടെ കൊടുക്കുന്നത് സ്റ്റാൻഡിങ് ക്രോപ്സ് ആണ് കൊടുക്കുക, സെക്യൂരിറ്റി ആയിട്ട് സ്റ്റാൻഡിങ് ക്രോപ്സ് ആണ് വെക്കാറ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ടത് KCCയിൽ 2 ലക്ഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. കൊളാട്രൽ ഫ്രീ അഗ്രികൾച്ചറൽ ലോൺ ലിമിറ്റ് പറയുന്നുണ്ട്. വാലിഡിറ്റി പീരിയഡ് നോക്കുകയാണെങ്കിൽ KCC നോർമലി 5 വർഷമാണ് പീരിയഡ് പറയുന്നത്. ഇത് ശരിക്കും ഒരു റിവോൾവിങ് ക്രെഡിറ്റ് ആണെന്ന് പറയാം അല്ലേ. റിവോൾവിങ് ക്രെഡിറ്റ് പോലെയാണ്. അത് എടുക്കുക, പിന്നെ വീണ്ടും തിരിച്ചടയ്ക്കുക, പിന്നെ അതൊന്ന് വീണ്ടും എടുക്കുക, അങ്ങനെ ഇതിങ്ങനെ കൊണ്ട് റിവോൾവ് ചെയ്യുക. അതാണ് പറയണത്. റിവോൾവിങ് ക്രെഡിറ്റ് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ KCC കൊടുക്കുന്നത്. പിന്നെ KCC ഡിസൈൻ ചെയ്തത് ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് NPCI ആണ് കേട്ടോ. ഡിസൈനിങ് ഓഫ് ദ KCC ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് പറയാം ഡിസൈൻ ചെയ്തത്. പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്തത് നബാർഡ് തന്നെയാണ് കേട്ടോ, മറക്കരുത്. പിന്നെ ഇത് ആനുവലി റിവ്യൂ ചെയ്യും. KCCയുടെ ലിമിറ്റ് ഉണ്ടല്ലോ, അത് ആനുവലി റിവ്യൂ ചെയ്യും. ഓക്കെ, റുപ്പേ കാർഡ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. KCC ഹോൾഡർക്ക് റുപ്പേ കാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈഡപ്പ് ആയിട്ട് റിക്കവറി ആണെങ്കിൽ 3 ലക്ഷം വരെയാണ്. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ കേട്ടോ. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ടൈഡപ്പ് ആണെങ്കിൽ 3 ലക്ഷം വരെയും, മറ്റേത് 2 ലക്ഷമാണ്. മാർജിനും കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ 2 ലക്ഷം വരെയാണ് ഇപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ കൊടുക്കുന്നത്. ഹൈപ്പോത്തിക്കേഷൻ ഓഫ് ക്രോപ്സ് പറയുന്നത് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് സ്മാർട്ട് കം ഡെബിറ്റ് കാർഡായിട്ടാണ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെയാണ് KCCയെ ബന്ധപ്പെട്ട് നോക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെയിൻ്റനൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് രജിസ്റ്റേഴ്സ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. SHGയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ വേണ്ടാത്തതാണ്. വിസിറ്റേഴ്സ് ബുക്കാണ് വേണ്ടാത്തത് കേട്ടോ. അപ്പോൾ വേണ്ടെന്ന് പഠിച്ചോളൂ. ക്യാഷ് ബുക്കൊക്കെ വേണം, മിനിറ്റ്സ് ബുക്ക് വേണം, സേവിങ്സ് ആൻഡ് ലോൺ രജിസ്റ്റർ വേണം, മെമ്പേഴ്സിൻ്റെ പാസ്ബുക്കും ക്യാഷ് ബുക്കൊക്കെ വേണം കേട്ടോ. അതൊക്കെ വേണം. വിസിറ്റേഴ്സ് ബുക്കാണ് നോട്ട് കമ്പൽസറി ആണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് കമ്പൽസറി ഉള്ളത് ആരാണ്? വിസിറ്റേഴ്സ് ബുക്കാണ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ MSME സ്കീമാണ്. MSME സ്കീമിൽ മൈക്രോ എൻ്റർപ്രൈസീസ് 1 വേർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഡസ് നോട്ട് എക്സീഡ്. ഇവിടെ നമ്മുടെ പഴയ ആൻസർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ കോളം പഠിക്കണം. ഓക്കെ, പുതിയ കോളം ഇതാണ്. മൈക്രോ, സ്മോൾ, മീഡിയം. പുതിയ റിവൈസ്ഡ് ഇതാണ് കേട്ടോ കാണുന്നത്. 2.5, 25 കോടി, 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ടേൺ ഓവറും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും പഠിച്ചോളൂ. 10, 100, 500 കേട്ടോ. MSME അങ്ങനെ തന്നെ എഴുതുക. MSME എന്ന് എഴുതുക. പിന്നെ ഈ കോളം നിങ്ങൾ കാണാതെ പഠിച്ചെഴുതുക. 2.5 കോടി, 25 കോടി, 125 കോടി റിവൈസ്ഡ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. റിവൈസ്ഡ് മാത്രമാണ് പഠിക്കേണ്ടത്. കറണ്ട് പഠിക്കേണ്ട, റിവൈസ്ഡ് പഠിക്കുക കേട്ടോ. ടേൺ ഓവർ എങ്ങനെയാണ്? ടേൺ ഓവർ 10 കോടി, 100 കോടി, 500 കോടി കേട്ടോ. ഓക്കെ. 11th ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ. ആർക്കാണ് ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ബെനഫിഷ്യറി, ബി കൊടുത്തിട്ടുള്ളത് നോമിനി, സി ഡ്രോയർ ഓഫ് ചെക്ക്, ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ
പേയ്മെൻറ്റ് ഓഫ് ചെക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ പണം കൊടുക്കുന്നത്, അപ്പോൾ അവരെയാണ് ബെനിഫിഷ്യറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ബെനിഫിഷ്യറി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? നോമിനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഡ്രോയർക്ക് കൊടുക്കാൻ പറ്റുമോ? ആർക്കാണ് കൊടുക്കാൻ പറ്റുക? സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് ഡ്രോയർക്കാണ്. ഓക്കെ. എ വാലിഡ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ ഫോർ എ ചെക്ക് ക്യാൻ ഓൺലി ബി ഇനീഷ്യേറ്റഡ് ബൈ ദ ഡ്രോയർ, അതായത് അക്കൗണ്ട് ഹോൾഡർ, പേഴ്സൺ ഹൂ സൈൻഡ് ആൻഡ് ഇഷ്യൂഡ് ദ ചെക്ക്. ആൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? വാലിഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ കൊടുക്കാൻ കഴിയുക. ദ റിക്വസ്റ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ ബാങ്ക് ബിഫോർ ദ ചെക്ക് ഈസ് പ്രസൻറ്റഡ്, ക്ലിയർഡ് ഓർ പെയ്ഡ്. ഓക്കെ. അപ്പോൾ ഈ റിക്വസ്റ്റ് ബാങ്കിന് കൊടുക്കണം അല്ലേ. സ്റ്റോപ്പ് പേയ്മെൻറ്റ് ബാങ്കിന് കൊടുക്കണം. ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്ത സമയത്താവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവാം, അപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതിയോ റിക്വസ്റ്റ്? അല്ല, ഇതിനൊക്കെ മുന്നേ കൊടുക്കണം. അതായത് ഇപ്പോൾ ചെക്ക് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക. ചെക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നൽകി, ബെനിഫിഷ്യർക്ക് നൽകി കഴിഞ്ഞു, അതിനുശേഷം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ദ റിക്വസ്റ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ ബാങ്ക് ബിഫോർ ആയിരിക്കണം. ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെയും ക്ലിയർ ചെയ്യുന്നതിൻ്റെയും പെയ്ഡ് ചെയ്യുന്നതിൻ്റെയും മുന്നായിട്ട് വേണം എന്ത് കൊടുക്കാൻ? റിക്വസ്റ്റ് കൊടുക്കാൻ. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണം. ഇനി ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കാര്യമാണെങ്കിലോ, അവിടെ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പോരാ. ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നുകിൽ എനി അല്ലെങ്കിൽ ഓർ ഓൾ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ ഇൻസ്ട്രക്ട് ദ ബാങ്ക് ടു സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ്. ഓക്കെ. കമ്പനി ഫേമിൻ്റെ കാര്യമാണെങ്കിൽ ആൻഡ് ഓതറൈസ്ഡ് സിഗ്നേച്ചറി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ അതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓതറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഓതറൈസ്ഡ് സിഗ്നേച്ചറിയാണ് ഈ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആർക്കാണ് ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക ചെക്കിൻ്റെ കാര്യത്തിൽ? ഡ്രോയർക്കാണ്. ഡ്രോയർ എപ്പോഴാണ് കൊടുക്കേണ്ടത്? റിക്വസ്റ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ ബാങ്ക് ബിഫോർ ദ ചെക്ക് ഈസ് പ്രസൻറ്റഡ്, ക്ലിയർഡ് ഓർ പെയ്ഡ്. ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ എനി ആവാം, അല്ലെങ്കിൽ ഓർ ഓൾ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ ഇൻസ്ട്രക്ട് ദ ബാങ്ക്സ് ടു സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ്. ഒരാൾ എതിർത്താൽ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്താൻ പറ്റും ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ. കമ്പനി ഫാം ആണെങ്കിൽ ഒരു ഓതറൈസ്ഡ് സിഗ്നേച്ചറി ഉണ്ടായിരിക്കും. പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരാണ് സബ്മിറ്റ് ചെയ്യുക കേട്ടോ ഈ റിക്വസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഡ്രോയർ ഓഫ് ചെക്കാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം ഏജ് റിക്വയർഡ് ടു ഓപ്പൺ SB അക്കൗണ്ട് ഇൻ എ ബാങ്ക്. ബാങ്കിൽ മിനിമം ഏജ് എത്രയാണ് SB അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്? അപ്പോൾ 18 വയസ്സാണോ, 10 വയസ്സാണോ, 12 വയസ്സാണോ, നൺ ഓഫ് ദി എബോവ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പം മിനിമം ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ഏജ് പറയുന്നുണ്ടോ? ഇത്ര വയസ്സായ ആൾക്ക് മാത്രമേ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നില്ല. പക്ഷേ സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വയസ്സാണ് നമുക്ക് 10 പറയുന്നത് അല്ലേ. 10 ഓർ 10+. മൈനേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി. അവർക്ക് ചെക്ക് സൈൻ ചെയ്യാം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ATM കാർഡും അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് ഇല്ല കേട്ടോ. ബാക്കി എല്ലാ സേവനങ്ങളും കൊടുക്കാം. അത് ലോൺ അങ്ങനത്തെ അല്ല, പക്ഷേ അത് ഗാർഡിയൻ ഉണ്ടായിരിക്കും. ലോണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോഴും ഗാർഡിയൻ ഉണ്ടായിരിക്കും. ചെക്കൊക്കെ സൈൻ ചെയ്യാം. അവർക്ക് ATM വെച്ചിട്ട് ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 10+ ആവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 10 വയസ്സാണ് അവർക്ക് പറയുന്നത്, ഓപ്പറേറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ അക്കൗണ്ട് തുടങ്ങാൻ എന്ന് വെച്ചാൽ ബിലോ 10 ഇയേഴ്സിന് അക്കൗണ്ട് തുടങ്ങാൻ പാടില്ലേ? പാടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പാരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ഓപ്പറേറ്റഡ് അക്കൗണ്ടാണ് തുടങ്ങുന്നത്. 10 വയസ്സും 10 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ സെൽഫ് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ ആരുടെ? ഗാർഡിയൻ ഓപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന ഒരു കറക്റ്റ് ഏജ് പറയുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് D ആണ് ഉത്തരമായിട്ട് വരുന്നത്. നൺ ഓഫ് ദി എബോവ് ആണ് കേട്ടോ. അപ്പോൾ ആ 2 കേസ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് പാൻ. ഇൻകം ടാക്സ് പാനിൻ്റെ പാനാണ് ചോദിച്ചിട്ടുള്ളത്. പാനിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഇത് ഏത് അതോറിറ്റിയാണ് കൊടുക്കാറുള്ളതെന്ന് ചോദിക്കാറുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ഇൻകം ടാക്സിൻ്റെ പാൻ കാർഡ് എന്ന് പറയുന്നത് 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണെന്നുകൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് കോഡ് ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ? അടുത്തത് ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്താണെന്നാണ്. ബിസിനസ് കറസ്പോണ്ടൻ്റ് മീൻസ് എൻ ഏജൻറ്റ് ഹു പ്രൊവൈഡ്സ് ബാങ്കിങ് സർവീസ് ആണോ, ആൻ ഏജൻറ്റ് ഓഫ് ബിസിനസ് ഹൗസ് ആണോ, എ ടൈപ്പ് ഓഫ് മണി ലെൻഡർ ആണോ, അതോ നൺ ഓഫ് ദി എബോവ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന് പറയുമ്പം
ബിസിനസ് ഒരു ഏജൻ്റാണ് അല്ലേ, ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ബാങ്കിങ് സർവീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻറ്റ്, അതാണ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻ ഏജൻറ്റ് ഹൂ പ്രൊവൈഡ്സ് ബാങ്കിങ് സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് എ ബാങ്ക്. ബാങ്കിന് പകരമാണ് അവർ ചെയ്യുന്നത് അല്ലേ. ദ ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ടു എൻഹാൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറീസ് ആണ് അവരെന്ന് പറയാം. അതായത് റിമോട്ടായിട്ടുള്ള റൂറൽ ഏരിയാസിൽ നമ്മുടെ ബാങ്കിങ് സർവീസസ് എത്താത്ത റൂറൽ ഏരിയാസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ബാങ്ക് മിത്ര എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അതാണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാലും അവരൊരു ഏജൻ്റാണ് ഹൂ പ്രൊവൈഡ്സ് ബാങ്കിങ് സർവീസസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ആൻ ഏജൻറ്റ് ഓഫ് ബിസിനസ് ഹൗസ് എന്നുണ്ട്, അപ്പോൾ തെറ്റി പോകരുത്. ഒന്ന് വായിച്ചിട്ട് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഇനി അടുത്തത് ഇൻ റിക്കറിങ് ഡെപ്പോസിറ്റ്, RDയുടെ കേസാണ്. അപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് സം ഈസ് ഡെപ്പോസിറ്റഡ് എവറി മന്ത്, അങ്ങനെയാണോ RDയിൽ? പീരിയഡ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ ഫിക്സഡ് ടെന്യൂർ ആണോ? ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് അറ്റ് FDR റേറ്റ്. FDR എന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസിപ്റ്റ് റേറ്റിലാണോ കൊടുക്കുന്നത്? ഓൾ ഓഫ് എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾ ഓഫ് എബവ് ആണ്. അപ്പോൾ അതിന് ആദ്യം RDയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാ മാസവും അടയ്ക്കണം, ഫിക്സഡ് ആയിട്ടുള്ള ഒരു സം വെച്ചിട്ട് അടയ്ക്കണം. ഫിക്സഡ് ടെന്യൂർ ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ 5 വർഷത്തേക്ക് RD കൂടുമ്പം എല്ലാ മാസവും ഒരു നിശ്ചിത തുകയാണ് അതിലേക്ക് അടയ്ക്കേണ്ടത്. അതാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? FDR പോലെ തന്നെ, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പോലെ തന്നെ ഇൻട്രസ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഒരു ടേം ഡെപ്പോസിറ്റ് പോലെയാണ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ. സേവിങ്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഉദ്ദേശം അതാണ്, സേവിങ്സ് പർപ്പസാണ്. മിനിമം 6 months മാക്സിമം 10 year ആണ് കേട്ടോ. അതൊക്കെ പഠിച്ചു വയ്ക്കുക. മിനിമം 6 months മാക്സിമം 10 year എവറി മന്ത് അടയ്ക്കണം. മന്തിന് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എവറി മന്ത് അടയ്ക്കണം. ഫിക്സഡ് സം ആയിരിക്കും, ഫിക്സഡ് ടെന്യൂർ ആയിരിക്കും. ഇൻട്രസ്റ്റ് ജനറലി എങ്ങനെയാണ് കൊടുക്കുക? FD പോലെ തന്നെ ആയിരിക്കും. ടേം ഡെപ്പോസിറ്റ് FD പോലെ FDയുടെ അത്രയും ആവണമെന്നില്ല, പക്ഷേ സാധാരണ സേവിങ്സ് ബാങ്കിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും കേട്ടോ. ഓക്കെ, എന്നാലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമ്പോഴല്ലേ ആൾക്കാർക്ക് സേവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടേം ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്, സേവിങ്സ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. മിനിമം 6 months മാക്സിമം 10 year ആണ്. മിനിമം 6 monthsന് മുമ്പേ വിഡ്രോ ചെയ്യണമെങ്കിൽ പെനാൽറ്റി ഒക്കെ ഉണ്ട്. മാക്സിമം 10 വർഷമാണ് പറയുന്നത് കേട്ടോ. ഫ്ലെക്സി RD അവൈലബിൾ ആണ്. അതായത് ഫ്ലെക്സി RD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സി ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ പോലെ തന്നെ FDയുടെ കാര്യവും നടക്കും, RDയുടെ കാര്യവും നടക്കും. അങ്ങനെ അത് അവൈലബിൾ ആണ്. എഗ്രീഡ് ബേസ് എമൗണ്ട്, അത് ഓരോ ബാങ്കിനും അതാത് പോളിസികൾ ഉണ്ടായിരിക്കും. എത്ര രൂപയുടെ മുകളിലാണ് ഫ്ലെക്സി RD അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ബാങ്കാണ് അത്തരത്തിലുള്ള പോളിസിയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ടാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് മന്ത്ലി ബാലൻസ് നോക്കിയിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു പീരിയഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ RDയെ ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് എബവ് ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വൈൽ മേക്കിംഗ് നോമിനേഷൻ നോക്കുമ്പം സിഗ്നേച്ചർ നോമിനി വേണമെന്നാണ്, ഈസ് റിക്വയേർഡ് ആണോ? അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, നോമിനേഷൻ ഫോം, അഫിഡവിറ്റ് നോട്ട് റിക്വയർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്നേച്ചർ ഓഫ് നോമിനി റിക്വയേർഡ് ഓൺ. അപ്പോൾ അക്കൗണ്ട് ഹോൾഡറാണ് ഇവിടെ ഓതറൈസ് ചെയ്യുന്നത് അല്ലേ. ആരാണ് നോമിനീനെ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അക്കൗണ്ട് ഹോൾഡറാണ്. അപ്പോൾ ശരിക്കും ഈ നോമിനീനെ ഓതറൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോമിനേഷൻ ഓതറൈസ്ഡ് ബൈ ദ അക്കൗണ്ട് ഹോൾഡറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഹോൾഡർക്കാണ് അറിയാം നോമിനി ആരാണ് വെച്ചിട്ടുള്ളതെന്ന് അല്ലേ. വേറെ ആർക്കും അറിയില്ല. അത് അയാളുടെ ഡിസിഷനാണ് ആരെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നേച്ചറും നോമിനി അവിടെ സൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആരുടെ ഒപ്പ് മാത്രം മതി? അക്കൗണ്ട് ഹോൾഡറാണ് ഒപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഒപ്പിടേണ്ടത് ആരാണ്? അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ്, അല്ലാതെ നോമിനിയുടെ ഒപ്പം ആവശ്യമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 ഫോമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അക്കൗണ്ട് ഹോൾഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഫോമുകളുണ്ട്. അപ്പോൾ ഈ 3 ഫോമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഫോമുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒരു എക്സാമിന് ഈ ഫോം ചോദിച്ചു, അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഫോമും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. DA1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡെപ്പോസിറ്റ്, അതായത് ഈ ഒരു നോമിനേഷൻ്റെ ഫോമുകളാണ് ഇതൊക്കെ.
ആദ്യമായിട്ട് നോമിനീനെ നമ്മൾ ഓതറൈസ് ചെയ്യുന്നത് ഫോം DA1 കേട്ടോ. ഫസ്റ്റ് ഓതറൈസ് ചെയ്യുന്നത് DA1 അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണെ. തൻ്റെ മരണശേഷം ആരാണ് ഈ ഫണ്ട് റിസീവ് ചെയ്യേണ്ടത്, അതിപ്പോൾ സേവിങ്സ് ആവാം, കറണ്ട് ആവാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലൊക്കെ എന്തുണ്ട്, നോമിനീസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഒരു സക്സസറെ തീരുമാനിക്കലാണല്ലോ. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കണ സ്റ്റാൻഡേർഡ് ഡെപ്പോസിറ്റ് ഫസ്റ്റ് ഫോം DA1. ഇനി ഈ ഒരു നോമിനേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് DA2 കേട്ടോ. അപ്പോൾ DA1 ഒരു നോമിനീനെ ഓതറൈസ് ചെയ്യുന്നതാണ് DA1 സ്റ്റാൻഡേർഡ് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട്. ഇത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. DA2 ഇത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. DA3 എന്തെങ്കിലും വാരിയേഷൻസ്, നമ്മൾ പറഞ്ഞു ഒരു നോമിനീനെ വെച്ചു എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അയാളെ തന്നെ നോമിനിയായിട്ട് തുടരണം എന്നർത്ഥമില്ല. എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ഹോൾഡർക്ക് നോമിനീനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നോമിനേഷൻ വാരി ചെയ്യുമ്പം DA3 കൊടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. DA1, DA2, DA3. DA1 ഫ്രഷ് നോമിനേഷൻ എടുക്കുമ്പം, DA2 ക്യാൻസലേഷൻ ഓഫ് നോമിനേഷൻ എടുക്കുമ്പം, DA3 വാരിയേഷൻസ്. ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ DA2 കൊടുക്കുക, നോമിനീനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ DA3 കൊടുക്കുക കേട്ടോ. സോ ഈ 3 ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? നോട്ട് റിക്വയർഡ് ആണ്. സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോമിനി? വേണ്ട, അക്കൗണ്ട് ഹോൾഡർ മാത്രം സൈൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ DA1, DA2, DA3 നോക്കി വയ്ക്കുക. അടുത്തത്, അപ്പോൺ ഡിറ്റക്ഷൻ ഓഫ് എ കൗണ്ടർ ഫീറ്റ് നോട്ട്. കള്ളനോട്ട് കണ്ടെത്തി എന്ന് വിചാരിക്കുക, ക്യാഷ് കൗണ്ടറിൽ വെച്ചിട്ട് തന്നെ ബാങ്കിൻ്റെ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞിട്ട് റിട്ടേൺസ് ടു ദ നോട്ട് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നു. എക്സ്ചേഞ്ച് വിത്ത് എ ജെനുവിൻ നോട്ട്, അങ്ങനെ ചെയ്യുമോ? നല്ലൊരു നോട്ട് മാറ്റി കൊടുക്കും, അതുകൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം കൊണ്ടൊക്കെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയോ ഇല്ല. ഡെപ്പോസിറ്റ് ഇൻ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമോ? ഇമ്പൗണ്ട് ദ നോട്ട് ആസ് പെർ റൂൾ ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്. ആ നോട്ട് റൂൾ പ്രകാരം ഇമ്പൗണ്ട് ചെയ്ത് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് കൗണ്ടർ ഫീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം നോക്കുക. ഇമ്പൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. നോട്ട് ഇമ്പൗണ്ട് ചെയ്തിട്ട് റൂള് പ്രകാരം റെസിപ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 5 അതിലധികമോ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകം നോട്ട് ചെയ്യണം, 5 ഓർ മോറാണ് കേട്ടോ. 5 ഓർ മോറാണ് കൗണ്ടർ ഫീറ്റ് നോട്ട്സ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ട്രാൻസാക്ഷനിൽ തന്നെ, ഒറ്റ ട്രാൻസാക്ഷനിൽ 5 അതിലധികം. അപ്പോൾ നോഡൽ ബാങ്ക് ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലോക്കൽ പോലീസ് അതോറിറ്റീസിൽ FIR കൊടുക്കണം. അതായത് ലോക്കൽ പോലീസ് അതോറിറ്റീസിനെ അറിയിക്കുകയും ഒരു FIR തുറക്കുകയും വേണം അവിടെ നോഡൽ പോലീസ് സ്റ്റേഷനിൽ. പിന്നെ സാധാരണ കേസിൽ എല്ലാ മന്തിലും മന്തിൻ്റെ ലാസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുള്ള കൗണ്ടർ ഫീറ്റ് നോട്ടുകളുടെ എണ്ണം നോർമലി അറിയിക്കണം, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. പക്ഷേ 5 അതിലധികമോ നോട്ടുകൾ സിംഗിൾ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ നോഡൽ ബാങ്ക് ഓഫീസർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ നോട്ടുകളെല്ലാം ലോക്കൽ പോലീസ് അതോറിറ്റീസിന് സമർപ്പിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും വേണം. നോഡൽ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ടൊരു FIR തുറക്കുകയും ചെയ്യും കേട്ടോ, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം, ഡിറ്റക്ഷൻ ഓഫ് കൗണ്ടർ ഫീറ്റ് നോട്ട് ക്യാഷ് കൗണ്ടറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോട്ട് ആസ് പെർ റൂള് ഇമ്പൗണ്ട് ചെയ്ത് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതിനുശേഷം 5-ലധികമാണെങ്കിൽ, സിംഗിൾ ട്രാൻസാക്ഷനിൽ 5-ലധികം കൗണ്ടർ ഫീറ്റ് നോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നോഡൽ ബാങ്ക് ഓഫീസർ അപ്പം തന്നെ എന്ത് ചെയ്യണം? ലോക്കൽ പോലീസ് അതോറിറ്റീസിനെ ഈ നോട്ടുകളെ ഏൽപ്പിക്കുകയും അവിടെ ഒരു FIR ക്രിയേറ്റ് ചെയ്യുകയും വേണം. പിന്നെ അതല്ലാതെ സാധാരണ കിട്ടുന്ന കൗണ്ടർ ഫീറ്റ് നോട്ടുകളുടെ എല്ലാം വിവരങ്ങളടക്കം, നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം അടക്കം മന്ത്ലി അവർ കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം കേട്ടോ ലോക്കൽ പോലീസ് അതോറിറ്റിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടൻസ് ഓഫ് ലോക്കറിലെ കണ്ടൻസ് ആർ. ഓപ്ഷൻ A കൊടുത്തിട്ടുള്ളത് ഓൺലി നോൺ ടു ഹയറർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്. നോൺ ടു ബാങ്കിനറിയാം. ബോത്ത് A and B, 2 കൂട്ടർക്കും അറിയാം. നൺ ഓഫ് ദി എബോവ്, ഇവയിലൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോക്കറിൽ എന്തായിരിക്കുകയെന്ന് ആർക്കറിയാം? കൊണ്ടുവയ്ക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. കറൻസി വെക്കാൻ പാടില്ല, മാരകായുധങ്ങൾ വെക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്നത് ബാങ്ക് ഒരിക്കലും പറയുന്നില്ല. ഇന്നതും വെക്കാൻ പാടില്ല എന്ന് ബാങ്ക് പറയുന്നുണ്ടെങ്കിലും ബാങ്ക് ഒരിക്കലും ചെക്ക് ചെയ്തിട്ടല്ല നമ്മളെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രമാണ്, ഹയറർക്ക് മാത്രമാണ്, ആരാണോ വാടകക്കാരൻ അല്ലെങ്കിൽ വാടകയ്ക്ക് ആ പ്ലേസ് എടുത്തിട്ടുള്ളത് അയാൾക്കാണ് കണ്ടൻസ് ഓഫ് ദ ലോക്കർ കറക്റ്റായിട്ട് അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരും എന്താണ്? ഓൺലി നോൺ ടു ഹയറർക്ക് മാത്രമാണ് അറിയുക എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ.
ഇനി ഒരു ലോക്കറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ലോക്കറിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ചോദിച്ചാൽ റെൻറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ റെൻറ്റ് കൊടുക്കാതെ ഈ പ്രിമൈസസ് ലോക്കർ ബ്രോക്കൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാം. ലീഗലി റിക്കവർ ഡ്യൂസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു കോർട്ട് ഓർഡർ വഴിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കോർട്ട് ഓർഡർ വഴിക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു കേസാണ്. കോർട്ട് ഓർഡർ ഇല്ലാതെ ഓപ്പൺ ചെയ്യേണ്ട കേസും വരും. കോർട്ട് ഓർഡർ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ഹാസ് ബീൻ പാസ്ഡ്, ലോക്കർ ഓർ പ്രിമൈസസ് ക്യാൻ ബി ബ്രോക്കൺ ഓപ്പൺ ലീഗലിയാണ് റിക്കവർ ഡ്യൂസ്. അതിപ്പോൾ കോർട്ട് ഓർഡറിലൊക്കെ വരുമ്പോൾ വേറെ എന്ത് കാരണങ്ങൾ കൊണ്ടും ആകാം, അങ്ങനെയും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് വരികയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ പ്രിമൈസസിൽ ഉൾപ്പെട്ടതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ കണ്ടീഷൻസും ടേംസിനും എതിരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോർട്ട് ഓർഡർ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ തുടർച്ചയായ 3 വർഷങ്ങളിൽ ലോക്കറിന് റെൻറ്റ് അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ലോക്കറിൽ റെൻറ്റ് അൺപെയ്ഡ് ഫോർ 3 കോൺസിക്യൂട്ടീവ് ഇയർ, 3 വർഷമായിട്ട് ലോക്കർ റെൻറ്റ് അടയ്ക്കുന്നില്ല. അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കർ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. 3 കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ഇയർ ആണ് കേട്ടോ പറയുന്നത്. ബാങ്ക് ഹാസ് റൈറ്റ് ടു ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താ വെച്ചാൽ ബാങ്ക് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് പാർട്ടിക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇത് പബ്ലിക് ന്യൂസ് പേപ്പറിൽ നോട്ടീസ് പോലെ കൊടുക്കും വേണം. എന്നിട്ട് ബ്രേക്കിംഗ് എന്ത് ചെയ്യണം, ഒഫീഷ്യൽ ആൾക്കാരെ വെച്ച് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആരുടെ പക്ഷവും നിൽക്കാതെ 2 വിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും വേണം. കാരണം അത് പൊളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻറ്റയർ പ്രോസസ്സ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണം. അത് കീപ്പ് ചെയ്യും വേണം വീഡിയോയിൽ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇൻവെൻ്ററി ഉണ്ടല്ലോ, അതിനുള്ളിലെ കണ്ടൻറ്റുകളെല്ലാം സെക്യൂറായിട്ട് സീൽഡ് എൻവലപ്പിൽ സൂക്ഷിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബാങ്ക് മേ ഓൾസോ ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ ഇഫ് ഇറ്റ് റിമൈൻസ് ഇനോപ്പറേറ്റീവ് ഫോർ 7 ഇയേഴ്സ്. പിന്നെ മറ്റൊരു കേസ് പറഞ്ഞിട്ടുണ്ട്, അത് 7 വർഷമായിട്ട് ഒരു അവകാശം വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും വേണമെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലത്തെ സാധനങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റും, സീൽ ചെയ്ത കവറിൽ മാറ്റി വയ്ക്കാൻ പറ്റും. അതായത് കസ്റ്റമറെ കാണാനില്ല, കസ്റ്റമർ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ റെൻറ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും കസ്റ്റമർ 7 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വരാത്ത ഒരു ലോക്കർ ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ബാങ്കിനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബാങ്ക് ചെയ്യേണ്ടത് നോട്ടീസ് അയയ്ക്കുക, നോർമൽ പ്രൊസീജിങ്ങിൽ നോട്ടീസ് അയയ്ക്കുക, സാധാ പോലെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ഒരു ബാങ്ക് ഓഫീസർ ഉണ്ടായിരിക്കണം, 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം. ഇതിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ സീൽഡ് കവറിൽ സൂക്ഷിക്കണം. അത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ കോർട്ട് ഓർഡർ പ്രകാരം ഇവർക്ക് ബ്രോക്കൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ലോക്കറിൻ്റെ കേസ് ഇങ്ങനെ കയറി വരുന്ന കാരണം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്തത് വാട്ട് ഈസ് റുപ്പേ ഡെബിറ്റ് കാർഡ്? എന്താണ് റുപ്പേ ഡെബിറ്റ് കാർഡ്? അപ്പോൾ നമ്മൾ അവിടെ നോട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ നോട്ട് കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഭാഗമൊക്കെ ഒന്ന് നന്നായി വായിച്ചുറപ്പിക്കുക കേട്ടോ. ഓക്കെ, നോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ വാട്ട് ഈസ് റുപ്പേ ഡെബിറ്റ് കാർഡ്? റുപ്പേ ഡെബിറ്റ് കാർഡ് എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ അത് ഡൊമസ്റ്റിക് ഡെബിറ്റ് കാർഡാണോ? ഇന്ത്യയുടെ സ്വന്തം കാർഡല്ലേ റുപ്പേ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്? അതെ. ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾ അതൊന്ന് മാറ്റി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ കറക്റ്റായിട്ട് കിട്ടും. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NPCI ആണോ റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത്? അതെ അല്ലേ. ആക്സെപ്റ്റഡ് അറ്റ് ഓൾ ATMs, എല്ലാ ATMസിലും പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസിലൂടെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലും പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസിലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ കാർഡുകൾ എന്ന് ചോദിച്ചാൽ സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഉത്തരം എന്താണ്, എല്ലാം പറ്റും. അപ്പോൾ എല്ലാമാണ്, ഓൾ ഓഫ് ദി എബോവ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഡൊമസ്റ്റിക് കാർഡാണ് എന്ത്, NPCI എന്ന് പറഞ്ഞാൽ. NPCIയുടെ ഒരു ടാഗ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, 1 life 1 rupee. ചോദിച്ചിട്ടില്ല, പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 1 life 1 rupee എന്നത് ആരുടെ ടാഗ് ലൈനാണ്? NPCIയുടെ ടാഗ് ലൈനാണ്. 1 life 1 rupee എന്നത്. റുപ്പേ ഡെബിറ്റ് കാർഡ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് മാർച്ച് 26, 2012 മാർച്ച് 26 ഓർത്ത് വെച്ചില്ലെങ്കിലും ഈ 2012 ഒന്ന് ഓർത്ത് വെച്ചോളൂ. NPCI ആണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഡെബിറ്റ് കാർഡാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒഫീഷ്യലി ലോഞ്ച് ഓൺ മാർച്ച് 26, 2012. അപ്പോൾ 2012 ആണ് എന്ത്, റുപ്പേ ഡെബിറ്റ് കാർഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം കേട്ടോ.
ലോഞ്ച് ചെയ്ത് 2012 അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യം 2012 തന്നെ റുപ്പേ കാർഡ് ഇറക്കുന്നത് അവരാണ് കേട്ടോ. ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കാർഡാണല്ലോ. ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവർ രണ്ട് കൂട്ടരും എന്ത് ചെയ്തിട്ടുണ്ട്, റുപ്പേ കാർഡ് 2012 ആകുമ്പോഴേക്കും ഇറക്കിയിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ബീയിങ് എമംഗ് ദ ഏർലിയസ്റ്റ് ടു ഓഫർ ദം, NPCI ഒഫീഷ്യലി ലോഞ്ച്ഡ് ഒരു പ്ലാറ്റ്ഫോം 2012 ടു എനേബിൾ സെക്യൂർ ആയിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ സ്വന്തം കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് കോംബോ കാർഡ് ഇറക്കിയത് നമ്മൾ പറഞ്ഞു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ആരാണ്, ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. NPCI ഒഫീഷ്യലി ലോഞ്ച്ഡ്, അത് പറഞ്ഞു കോംബോ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ ഫസ്റ്റ് റുപ്പേ കോംബോ ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് ഇൻ നവംബർ 2018. 2018 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫസ്റ്റ് റുപ്പേ കോംബോ ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ്, പ്രത്യേകം കോംബോ ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ ഇറക്കി. UPI ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയത് IDFC ആണ്. IDFC ഫസ്റ്റ് ബാങ്കാണ് UPI ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയത്. കോർപ്പറേറ്റ് കാർഡ് ഇറക്കിയത് ഇൻഡസ് ഇൻഡ് ബാങ്കാണ് കേട്ടോ. ഫസ്റ്റ് കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയത് ഇൻഡസ് ഇൻഡ് ബാങ്കാണെന്ന് വായിച്ചു വിടുക, ഇതൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് വന്നേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവുക, ചോദിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പോൾ UPI ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയത് IDFC ഫസ്റ്റ് ബാങ്കാണ്. ഫസ്റ്റ് കോർപ്പറേറ്റ് കാർഡ് ഇറക്കിയത് ഇൻഡസ് ഇൻഡ് ബാങ്കാണ്. അത് നാഷന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ പ്രസിഡൻ്റ് ആയിരുന്ന പ്രണബ് മുഖർജി ആയിരുന്നു. മെയ് 8, 2014. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇനി ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 2014 ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. 2012 സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 26. പക്ഷേ ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 2014 കേട്ടോ. അപ്പോൾ ആ രണ്ടും ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പ്രണബ് മുഖർജി ഓൺ 8 മെയ് 2014 ഇന്ത്യയുടെ സ്വന്തം പേയ്മെൻറ്റ് കാർഡായിട്ട് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുക എന്ന് പറയില്ലേ, അത് നടക്കുന്നത് മെയ് 8, 2014 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ ആൻസർ മാർക്ക് ചെയ്തു കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് ദ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് വൈൽ ഓപ്പണിംഗ് എ BSBDA. BSBDയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പെഷ്യലൈസ്ഡ് നോ ഫ്രിൽ ബാങ്ക് അക്കൗണ്ട് ആണ് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. സീറോ ബാലൻസ് അക്കൗണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിമം ആവറേജ് ബാലൻസ് റിക്വയർമെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് എന്നാണ് ഇവിടെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് ആണ് BSBDയുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ 2026 കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി എഫക്റ്റീവ് April 1, 2026 ഒന്ന് റീവാമ്പ് ചെയ്തു നമ്മുടെ BSBDA റൂൾസൊക്കെ കേട്ടോ. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. April 1, 2026 മിനിമം ബാലൻസ്, അതായത് വരാൻ പോകുന്നേ ഉള്ളൂ. April 1, 2026 ബാധകമാവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സീറോ പെനാലിറ്റീസ് ആണ്. സീറോ ബാലൻസ് വന്നാലും മിനിമം ബാലൻസ് വേണ്ട, സീറോ പെനാലിറ്റീസ് ആണ്. വിഡ്രോവൽ ലിമിറ്റ് മിനിമം 4 ഫ്രീ ക്യാഷ് വിഡ്രോവൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനൊക്കെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. UPIയും NEFT RTGS പോയിൻ്റ് ഓഫ് സെയിലൊക്കെ ഇതിൽ കൗണ്ട് ചെയ്യില്ല കേട്ടോ, അതൊന്നും കൗണ്ട് ചെയ്യില്ല. മറ്റതാണ്, അത് ഒഴികെയാണ് 4 ഫ്രീ ക്യാഷ് വിഡ്രോവൽസ് പറയുന്നത് കേട്ടോ. 1 അക്കൗണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഹോൾഡ് ഓൺലി 1 BSBDA മാത്രമേ അക്കൗണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതൊക്കെ പണ്ട് പറയണതും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വിത്തിൻ 30 ഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു അക്കൗണ്ട് റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സേവിങ്സ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ 30 ഡേയ്സ് കൊടുക്കണം, ക്ലോസ് ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ BSBDA വർക്കിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. ഫ്രീ സർവീസസ് ആണ്. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഓഫർ ഫ്രീ ATM കം ഡെബിറ്റ് കാർഡ്, ഫ്രീ പാസ്ബുക്ക് ആണ്. അതിനൊന്നും ചാർജസ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കില്ല. 25 ഫ്രീ ചെക്ക് ലീവ്സ് ആണ് പെർ ഇയർ ഉണ്ടാവുക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് January 4, 2026. അപ്പോൾ നമ്മൾ ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ജാനുവരിയിലേക്ക് കടക്കുകയാണ്. ജാനുവരിയിൽ 4 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4 എണ്ണം ചിലപ്പം നമുക്ക് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇടേണ്ടി വരും. ലെങ്തി ആവും വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് പറഞ്ഞു വരുമ്പോഴേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടിടാം. അല്ല, ഒരു വീഡിയോയിൽ കയറി പോയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. 100 ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മുറിക്കേണ്ടി വന്നേക്കാം.
അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ചിട്ട് നമുക്കിടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇപ്പോൾ ഫസ്റ്റ് വീണ്ടും അതായത് ജനുവരി 4 ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ മാൻഡേറ്റ് ഗിവൺ ബൈ കസ്റ്റമർ. മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് അല്ലാത്തതാണ്, നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് മാൻഡേറ്റ് ക്യാൻ ബി ഗിവൺ ദ കസ്റ്റമർ അറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിൽ മാൻഡേറ്റ് കൊടുക്കാമെന്ന്. പിന്നെ പറഞ്ഞിട്ടുള്ളത് മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ദ കസ്റ്റമർ അറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാമെന്ന്. ഇഫ് മാൻഡേറ്റ് ഈസ് ഇൻ ഓപ്പറേഷൻ എ പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ബൈ ദ കസ്റ്റമർ ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ ദ മാൻഡേറ്റ് സീസസ് ടു ഓപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ ക്യാൻ ഗീവ് മോർ ദാൻ 1 മാൻഡേറ്റ്സ് അറ്റ് എ ടൈം ആൻഡ് ഓൾ റിമെയിൻ ഓപ്പറേറ്റ്. അപ്പോൾ മാൻഡേറ്റിനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് പോയി കാണുക കേട്ടോ, സമയം വേസ്റ്റ് ആവില്ല. കാരണം നമുക്ക് ആ കൺസെപ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ആവുമല്ലോ, ഒന്ന് വേഗം ഓടിച്ച് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ മാൻഡേറ്റുമായി ബന്ധപ്പെട്ട് മാൻഡേറ്റ് എപ്പോൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാം, അത് ശരിയാണ്. നോട്ട് കറക്റ്റ് അല്ല, കറക്റ്റാണ് ഓപ്ഷന്. ഓപ്ഷൻ ബിയുടെ കേസ് പറയുകയാണെങ്കിൽ മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ദ കസ്റ്റമർ അറ്റ് എനി ടൈം, അതും ശരിയാണ്, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം. നമ്മൾ എന്താ മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വ്യക്തിക്ക് നമ്മുടെ അക്കൗണ്ട് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബാങ്കിന് കൊടുക്കും, ഇന്ന ആളെയാണ് ഞാൻ മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന ആൾക്ക്, സോ അയാളാണ് എനിക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് കാലം ഈ പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിനൊരു ഓതറൈസേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ബാങ്ക് ഓക്കെ പറയും, പിന്നെ അയാളാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതൊക്കെ. ചിലപ്പോൾ നമ്മൾ സ്ഥലത്തില്ലാതെ ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല കാര്യത്തിലും ദൂരയാത്ര പോകേണ്ടി വന്നാൽ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം മാൻഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാൻഡേറ്റ് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോൺ ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം മാൻഡേറ്റ് ഈസ് ഇൻ ഒരു മാൻഡേറ്റ് ഓപ്പറേഷനിലുള്ള സമയത്ത് തന്നെ ഒരു പവർ ഓഫ് അറ്റോർണി തന്നെയാണ് ഒരു തേർഡ് പാർട്ടീനെ ഇതേ കാര്യത്തിന്. പവർ ഓഫ് അറ്റോർണിക്ക് കുറച്ചും കൂടി ലീഗൽ സാധ്യതകളുണ്ട്, കാരണം അത് ലീഗലി എന്താണ് രജിസ്റ്റേർഡ് ആണ്. മാൻഡേറ്റ് അങ്ങനെയല്ല, അൺസ്റ്റാമ്പ്ഡ് ആണ്, മറ്റത് സ്റ്റാമ്പ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എന്താണ് ലീഗൽ വാലിഡിറ്റി ഉള്ളത് എന്തിനാണ്, പവർ ഓഫ് അറ്റോർണിക്കാണ് കുറച്ചും കൂടി ഒരു അധികാരമുള്ളത് കേട്ടോ. അതും പവർ ഓഫ് അറ്റോർണി നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ബൈ ദ കസ്റ്റമർ ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തു, ഒരു മാൻഡേറ്റ് നിലവിലിരിക്കെ തന്നെ ദ മാൻഡേറ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാൻഡേറ്റ് തന്നെ സീസാവോ സ്റ്റോപ്പാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഇല്ല. കാരണം മാൻഡേറ്റ് ആണെങ്കിലും പവർ ഓഫ് അറ്റോർണി ആണെങ്കിലും നമ്മൾ റിവോക്ക് ചെയ്യണം, അപ്പം മാത്രമേ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ആവുള്ളൂ കേട്ടോ. നമ്മൾ കൊടുത്തത് നമ്മൾ റിവോക്ക് ചെയ്യണം, അപ്പം മാത്രമേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. അല്ല തന്നെ വേറൊരു പവർ ഓഫ് അറ്റോർണി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത് റിവോക്ക് ആവാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് സീസ് ടു സ്റ്റോപ്പ് ആവില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മാൻഡേറ്റ് കസ്റ്റമർ ക്യാൻ ഗീവ് മോർ ദാൻ 1 മാൻഡേറ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റും. അതായത് ഒരു പണിക്ക് ഒരാൾ, വേറൊരു പണിക്ക് മറ്റൊരാൾ, അങ്ങനെ വേണമെങ്കിൽ ഇൻഷുറൻസ് നോക്കാൻ ഒരാൾ, പിന്നെ വേറെ വല്ല ഷെയർ ട്രാൻസാക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങൾക്കും വേണമെങ്കിൽ വേറൊരാൾക്ക് മാൻഡേറ്റ് കൊടുക്കാം, അങ്ങനെ ആവാം. അപ്പോൾ ഓരോ സ്പെഷ്യലൈസേഷൻ പോലെ നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് പല വിഭാഗത്തിൽ മോർ ദാൻ 1 ആൾക്കാർക്ക് മാൻഡേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതും ശരിയുള്ള പ്രസ്താവനയാണ്. അപ്പോൾ മാൻഡേറ്റ് ഒരു സിമ്പിൾ ലെറ്റർ ഓഫ് അതോറിറ്റിയാണ്, ഗിവൺ ബൈ ദ അക്കൗണ്ട് ഹോൾഡർ ടു ദ ബാങ്കിനാണ് കൊടുക്കുന്നത്. ഇഫ് എ കസ്റ്റമർ സബ്സീക്വൻ്റ്ലി ഇഷ്യൂസ് എ പവർ ഓഫ് അറ്റോർണി ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവോ, സ്റ്റോപ്പ് ആവോ? ഇല്ല. എക്സിസ്റ്റിംഗ് മാൻഡേറ്റ് സ്റ്റോപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്റ്റ് ചെയ്യണം ബാങ്കിനോട് കേട്ടോ. നമ്മൾ റിവോക്ക് ചെയ്യാണ്, ഞാൻ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് റിവോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതെന്താവുള്ളൂ, മാൻഡേറ്റ് പിന്നെ ക്യാൻസൽ ആവുള്ളൂ കേട്ടോ. സോ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ഹാവ് എ ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് ഐദർ ആൻഡ് സർവൈവർ. ഇൻസ്ട്രക്ഷൻസ് ആണ്. എക്കും ബിക്കും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. ഐദർ ആൻഡ് സർവൈവർ ഇൻസ്ട്രക്ഷൻ ബേസിലാണ് തുടങ്ങിയിട്ടുള്ളത്. ദേ നോമിനേറ്റ് എ മൈനർ. ഒരു മൈനറായിട്ടുള്ള എമ്മിനെ അവർ നോമിനേറ്റ് ചെയ്തു. നോമിനേറ്റുള്ള എം ആണ്. ആൻഡ് ഓതറൈസ് സെഡിനെ ടു ഒബ്റ്റെയിൻ പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി മൈനർ. നോമിനിക്ക് പിന്നെ ഓതറൈസ് ചെയ്ത് വെക്കുന്നത് ഒരു സെഡ് വേണം. അതായത് നമ്മളൊരു മൈനറെ നോമിനേറ്റ് ചെയ്യുമ്പം ഒരു പ്രായപൂർത്തിയായ ഒരാളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കമ്പാനിയനായിട്ട് വെക്കണം. അപ്പോൾ സെഡിനെയാണ് അങ്ങനെ ഓതറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ബി മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ബി എക്സ്പയർഡ്, ദ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ടു. പേയ്മെൻറ്റ് ആർക്ക് കൊടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എയും ബിയും ജോയിൻ്റ് അക്കൗണ്ടാണ്, ഐദർ ആൻഡ് സർവൈവർ ആണ്. ഐദർ ഓർ സർവൈവർ അക്കൗണ്ടിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കിയിട്ട് വരാം.
ഐദർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ ഇഫ് ദ അക്കൗണ്ട് ഈസ് ഹെൽഡ് ബൈ 2 ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ, 2 ഇൻഡിവിജ്വൽസ് ആണ്, ബൈ 2 ഇൻഡിവിജ്വൽസ് സേ എ ആൻഡ് ബി. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ എനി വൺ, ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ. ഇറ്റ് ഇംപ്ലൈസ് ദ ഫൈനൽ ബാലൻസ്, ഇൻട്രസ്റ്റ് അടക്കമുള്ള ഫൈനൽ ബാലൻസ് വിൽ ബി പെയ്ഡ് ടു ആരാണോ ജീവിച്ചിരിക്കുന്നത്. എനി വൺ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ എന്തായാലും സർവൈവർ ജീവിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അയാൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള അക്കൗണ്ടാണ് ഐദർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ. ഐദർ ഹോൾഡർ ക്യാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഹോൾഡർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ചെക്കുകൾ ഇഷ്യൂ ചെയ്യാം വിത്തൗട്ട് ദ അതേഴ്സ് കൺസെൻറ്റ്. മറ്റൊരാളുടെ കൺസെൻറ്റ് കൂടാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് ടൈം മുഴുവൻ, അതായത് ജീവിച്ചിരിക്കുമ്പോൾ, രണ്ടാൾ ജീവിച്ചിരിക്കുമ്പോൾ ഐദർ ഹോൾഡർ ആർക്ക് വേണമെങ്കിലും ഇൻഡിപെൻഡൻ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ചെക്ക് ഇഷ്യൂ ചെയ്യാം, മറ്റൊരാളുടെ സമ്മതമൊന്നും വേണ്ട കേട്ടോ. ടേം ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാം. ടേം ഡെപ്പോസിറ്റിൻ്റെ കേസിലാണെങ്കിൽ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് ആരാണോ സർവൈവർ, ആരാണോ ജീവിച്ചിരിക്കുന്നത് ആ സർവൈവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എമൗണ്ട്. ഇനി പ്രിമേച്ചർ വിഡ്രോവലിൻ്റെ കേസാണെങ്കിൽ സർവൈവർ ഈസ് ഓൾസോ പെർമിറ്റഡ് വിത്തൗട്ട് പെനാലിറ്റി ഇല്ലാതെ തന്നെ പ്രിമേച്ചർ വിഡ്രോവൽ നടത്താൻ പറ്റും. ഇഫ് എ സ്പെസിഫിക് മാൻഡേറ്റ് ഫോർ ദിസ് വാസ് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിരിക്കണം പ്രത്യേകം എന്തിനെക്കുറിച്ച്, പ്രിമേച്ചർ വിഡ്രോവലിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ജീവിച്ചിരിക്കുക രണ്ടു കൂട്ടരും ഈ മാൻഡേറ്റ് പ്രകാരം എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് കാശിന് അത്യാവശ്യം വന്നാൽ ഞങ്ങൾ വിഡ്രോ ചെയ്യും എന്ന രീതിയിൽ പ്രിമേച്ചർ വിഡ്രോവലിന് ഒരു FD തുടങ്ങുകയാണ് രണ്ടാളും കൂടി. അപ്പോൾ ഇയാൾ മരണപ്പെട്ടു, ഇയാൾക്ക് അപ്പം തന്നെ പിൻവലിച്ച് കൊണ്ടുപോകണമെങ്കിൽ പ്രിമേച്ചർ വിഡ്രോവൽ ഓൾറെഡി ഇവരെന്ത് ചെയ്തിരിക്കണം, മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം വൈൽ എലൈവ്, ജീവിച്ചിരിക്കുന്ന സമയത്ത്. എങ്കിൽ മാത്രമേ ഇയാൾക്ക് പ്രിമേച്ചറിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ കിട്ടും, പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഐദർ ഓർ സർവൈവറുടെ കേസിൽ എന്താണ്, നോമിനിയുടെ, ഇയാൾ മരണപ്പെട്ടിട്ടില്ലല്ലോ, രണ്ടാളും മരണപ്പെട്ടിട്ടില്ല, രണ്ടാളും മരണപ്പെട്ടാൽ മാത്രമേ നോമിനിക്ക് അവിടെ അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആർക്കാണ് കിട്ടുക, എക്കാണ് കിട്ടുക. ഓക്കെ, ഓൺലി ഏട്ടാ, എക്കാണ് ഇവിടെ ഫണ്ട് കിട്ടാൻ അർഹതയുള്ളത്. അവിടെ എമ്മും സെഡും ഉണ്ടെങ്കിലും എ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എക്കാണ് അവിടെ പ്രാധാന്യം കൂടുതലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഐദർ ഓർ സർവൈവറിൻ്റെ കണ്ടീഷൻസൊക്കെ കേട്ടോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അഡ്രസ് ടു ദ ഗ്രീവൻസസ് ഓഫ് വാരിയസ് കൺസ്യൂമറുടെ ഗ്രീവൻസസ് പിന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ദിസ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ലെവലിലാണെന്നാണ്. അപ്പോൾ 3 ടയർ മെക്കാനിസമാണ് ഇതിനുള്ളത്, പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതിന് 3 ടയർ മെക്കാനിസമാണുള്ളത്. 3 ടയർ മെക്കാനിസത്തിൽ ഏതൊക്കെയാണ് മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്. നന്നായി പഠിച്ചു വെച്ചോളൂ, എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. സെൻട്രൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ലെവലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം ഡിസ്ട്രിക്ട് കമ്മീഷൻ. ഡിസ്ട്രിക്ട് കമ്മീഷൻ ജൂറിസ്ഡിക്ഷൻ നോക്കുന്നത് 50 ലക്ഷം വരെയുള്ളതിനാണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് കേട്ടോ. ഡിസ്ട്രിക്ട് കമ്മീഷൻ അപ് ടു 50 ലാക്കാണ്. സ്റ്റേറ്റ് കമ്മീഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 50 ലാക്ക് ടു 2 crore സ്റ്റേറ്റ് കമ്മീഷൻ വരുന്നത്. സ്റ്റേറ്റ് കമ്മീഷൻ എങ്ങനെയാണ് വരുന്നത്, എബവ് 50 ലാക്ക്, 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ. ഡിസ്ട്രിക്ട് കമ്മീഷൻ അപ് ടു 50 ലാക്കാണ്. സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എബവ് 50 ലാക്ക് ടു 2 crore ആണ്. എബവ് 50 ലാക്ക് ടു 2 crore എന്ത് ഇത് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ വരുന്നത്, പിന്നെ നാഷണൽ കമ്മീഷനാണ്. നാഷണൽ കമ്മീഷൻ എന്താണ്, 2 കോടിക്ക് മുകളിലുള്ളതാണ് എന്ത് നാഷണൽ കമ്മീഷൻ എബവ് 2 crore എന്ത് വരുന്നത്. അപ്പോൾ 3 പഠിക്കണം. സെൻട്രൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഡിസ്ട്രിക്ട് കമ്മീഷൻ അപ് ടു 50 ലാക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ് കമ്മീഷനാണെങ്കിൽ 50നും 2 കോടിക്കും ഇടയിലാണ് എമൗണ്ട് വരുമ്പം അത് സ്റ്റേറ്റ് കമ്മീഷനാണ് റെഫർ ചെയ്യേണ്ടത്. നാഷണൽ കമ്മീഷൻ്റെ കേസിനാണെങ്കിൽ സെൻട്രൽ ലെവലിൽ, നാഷണൽ കമ്മീഷനാണെങ്കിൽ എബവ് 2 crore, 2 കോടിക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നാഷണൽ കമ്മീഷന് വിടുന്നത് കേട്ടോ. ഇവരുടെ അപ്പീൽ പീരീഡും കൂടി പഠിച്ചിരിക്കണം. നമ്മളോട് ഒരു പ്രാവശ്യം അപ്പീൽ പീരീഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് സ്റ്റേറ്റിലേക്കാണ് പോവുക കേട്ടോ. ഡിസ്ട്രിക്റ്റിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക്
കറക്റ്റായിട്ട് തോന്നണില്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റിലേക്കാണ് പോവുക. അപ്പോൾ അത് ഡിസ്ട്രിക്റ്റ് ടു സ്റ്റേറ്റ് ആണെങ്കിൽ 40 days ആണ്. ഓർഡർ ഡേറ്റിൻ്റെ 45 days ആണ് കേട്ടോ. 45 ആണ് കേട്ടോ, 40 days അല്ല, 45 days. പിന്നെ ഉള്ളത് സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്ക് 30 ദിവസമാണ് പറയുക കേട്ടോ. സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്ക് 30 പിന്നെ നമ്മൾ നാഷണലിൽ നിന്ന് നേരെ പോകുന്നത് സുപ്രീം കോടതിക്കാണ് കേട്ടോ. ഹയസ്റ്റ് അതോറിറ്റി സുപ്രീം കോടതിക്കാണ് പോവുക. അവിടെയും 30 ദിവസമാണ്. അപ്പോൾ 45 days, 30 days, 30 days ആണ് വരിക കേട്ടോ. 45 days, 30 days, 30 days ആണ് വരിക. 45 days, 30, 45 days ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകാൻ, സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്ക് പോകാൻ 30 days. പിന്നെ അപ്പോൾ 45 അങ്ങനെ പഠിക്കുക, 30 പഠിക്കുക. നാഷണലിന് സുപ്രീം കോടതിക്കാണ് പോവുക, അവിടെ 30 ദിവസമാണ് വരിക കേട്ടോ. പിന്നെ ഈ ലിമിറ്റേഷൻ പീരീഡ് എപ്പോഴാണെന്ന് വെച്ചാൽ ആക്ഷൻ സംഭവിച്ച് നമുക്ക് കംപ്ലൈൻറ്റ് സംഭവിച്ച് മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 2 വർഷത്തിനകം, കോസ് ഓഫ് ആക്ഷൻ സംഭവിച്ച് 2 വർഷത്തിനകം ഈ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. സോ അതും കൂടി പഠിക്കണം. ലിമിറ്റേഷൻ പീരീഡ്, കംപ്ലൈൻറ്റ്സ് മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 2 years ഓഫ് ദ കോസ് ഓഫ് ആക്ഷൻ. ഇനി അവർ ഡിസ്പോസൽ ടൈമും പറയുന്നുണ്ട്. ഡിസ്പോസൽ ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ ഡിസ്പോസൽ വിത്തിൻ 3 months ആണ് വേണ്ടത് കേട്ടോ. നോ ടെസ്റ്റിംഗ് ആണെങ്കിൽ. ടെസ്റ്റിംഗ് ആണെങ്കിലോ, ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ 5 മാസമാണ് പറയുന്നത്. ഡിസ്പോസലിൻ്റെ കാലാവധി പറയുന്നത് 5 മാസമാണ്. ടെസ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ വിത്തിൻ 3 months ഡിസ്പോസൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ചേഞ്ച് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻ അഡ്വാൻസ് ഫ്രം സ്റ്റാൻഡേർഡിൽ നിന്ന് സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡിൽ നിന്ന് സബ് സ്റ്റാൻഡേർഡ്, നമ്മുടെ NPA ആണ് പറയുന്നത്. NPA മാറ്റുകയാണ്. ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ്, ലോൺ അടയ്ക്കാത്തത് മൂലമാണ് മാറ്റുന്നത്. സ്റ്റാൻഡേർഡിൽ നിന്നും സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലേക്ക് മാറ്റി. അപ്പോൾ ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ അഡ്വാൻസസ് ആണെങ്കിൽ ഇതിലേതാണ് എടുക്കുക എന്നാണ്. ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ നമ്മൾ നന്നായി പഠിക്കണം. റെഗുലർ ലോണിൻ്റെ കേസ് ആണെങ്കിൽ ഓവർ ഡ്യൂ വരേണ്ടത് 90 അതിൻ്റെ മുകളിലോ ദിവസമായി കഴിഞ്ഞ് അടവ് മുടങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, 90 അതിൻ്റെ മുകളിലോ അടവ് മുടങ്ങി കിടക്കുന്നത് റെഗുലർ ലോണിൻ്റെ കേസിൽ NPA ആണ്. NPA ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുക? റെഗുലർ ലോണിൻ്റെ കേസിലാണെങ്കിൽ ഓവർ ഡ്യൂ 90 days ആണ് കേട്ടോ. 90 days ആണ് വരിക. 90 അതിലധികം ദിവസമായി കഴിഞ്ഞാൽ എന്താണ്? NPA ആയിട്ടാണ് കണക്കാക്കുക കേട്ടോ. പിന്നെ കിട്ടില്ല എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പെടുത്തുകയാണ്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഓവർ ഡ്യൂ ഫോർ 2 crop season. പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോർട്ടിന്, അതായത് ഒരു 6 മാസമാണ് ചില ചെറിയ വിളവിനൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു വിളവ് തന്നെ ചിലപ്പോൾ 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പം തന്നെ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 crop season കൊടുക്കുകയാണ് കേട്ടോ. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ 2 crop season ആണ് കൊടുക്കുക. 2 crop season കഴിഞ്ഞിട്ടും അടവ് മുടങ്ങിയാലാണ് അതിനെ ഓവർ ഡ്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ ഡ്യൂ എങ്ങനെയാണ്? 1 crop season ആണ് കേട്ടോ. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഓവർ ഡ്യൂ ആവുന്നത് 1 crop season നോക്കിയിട്ടാണ്. ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കിക്കോളൂ. അതിനെ പറയാം ഔട്ട് ഓഫ് ഓർഡർ എന്നാണ് പറയുക കേട്ടോ. ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റിനെയും പറയുന്നത് ഓവർ ഡ്യൂ ആവുക എന്നല്ല, ഔട്ട് ഓഫ് ഓർഡർ ആവുക എന്നാണ്. ഔട്ട് ഓഫ് ഓർഡർ ആവുന്നത് 90 ദിവസമാണ് കേട്ടോ. 90 ദിവസം എബവ് ആകുമ്പോഴാണ് ഔട്ട് ഓഫ് ഓർഡർ ആവുന്നതിന് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ റെഗുലർ ലോൺസിൻ്റെ കേസ് ഓവർ ഡ്യൂ ആവുന്നത് 90 ദിവസവും അതിന് മുകളിലുമാണ്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഓവർ ഡ്യൂ ആവുന്നത് 2 crop season ആണ്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഓവർ ഡ്യൂ ആവുന്നത് 1 crop season ആണ്. ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും ഒക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഇങ്ങനെ ഓവർ ഡ്യൂ ആയ അടവ് മുടങ്ങിയാൽ അതിനെ ഔട്ട് ഓഫ് ഓർഡർ എന്നാണ് പറയുക. അതും 90 ദിവസം അതിൻ്റെ മുകളിലേക്ക് ആകുമ്പോഴാണ് ഔട്ട് ഓഫ് ഓർഡർ ആയി കണക്കാക്കുക. അപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ കണ്ടാൽ ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും ആണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ ഉത്തരം വരിക എന്ന് വെച്ചാൽ ലോൺ ഈസ് ഓവർ ഡ്യൂ ഫോർ 2 crop season ആണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനും, 1 crop season ആണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിനും. അതാണ് ഇവിടെ. ഏതാണ് എടുക്കുക എന്ന് വെച്ചാൽ അതാണ് എടുക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇല്ലേ? സ്റ്റാൻഡേർഡിൽ നിന്നും സബ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുകയാണ്. ആരേനെ? ക്രോപ്പിനെയാണ്. ക്രോപ്പ് 2 crop season ആണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ, 1 crop season ആണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ കണ്ടീഷൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ ഫാർമേഴ്സ് ക്ലബ്ബാണ് കേട്ടോ. ഫാർമേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്യാൻ എത്ര ആൾക്കാർ, മിനിമം എത്ര നമ്പർ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മിനിമം എത്ര ആൾക്കാരെ വേണ്ടത്? ഫാർമേഴ്സ് ക്ലബ്ബിന് 10 ആളുകളാണ് വേണ്ടത് കേട്ടോ. ഫാർമേഴ്സ് ക്ലബ്ബിന് വേണ്ടത് 10 ആളുകളെയാണ്. ഇനി അതുപോലെ വേറൊരു സംഭവമാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനി എന്ന് പറയും, FPC. അത് പറയുന്നത് അതൊരു എൻറ്റിറ്റിയാണ്.
ഓക്കെ, മിനിമം 10 ഫാർമേഴ്സും അല്ലെങ്കിൽ 2 പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുമാണ് അതിൽ മെമ്പേഴ്സായി വേണ്ടത്. മിനിമം 10 ഫാർമേഴ്സും ചോദിച്ചിട്ടില്ല, 10 ഫാർമേഴ്സും 2 പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസും മെമ്പേഴ്സായി വരുന്നതാണ് FPC എന്ന് പറഞ്ഞ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി വരുന്നത്. മാക്സിമം 200 ഇൻഡിവിജ്വൽസ് മെമ്പേഴ്സ് ആവാം. ഒരു FPCയിൽ മാക്സിമം 200 ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആവാം. അതിൻ്റെ ഡയറക്ടേഴ്സ് ആരായിരിക്കണം? ഫാർമേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള പ്രതിനിധികളായിരിക്കണം ഇതിൽ ആരായിട്ട് വരിക? ഡയറക്ടേഴ്സായിട്ട് വരിക കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മുടെ ATM ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ATM സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. പിൻ സ്റ്റാൻഡ്സ് ഫോർ, പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെന്താ? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക. ഫാർമേഴ്സ് ക്ലബ്ബിൽ മിനിമം നമ്പർ എത്രയാ? 10. FPC ആണെങ്കിലോ? FPC ആണെങ്കിൽ മിനിമം 10 ഫാർമേഴ്സ് ആൻഡ് 2 പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ 200 ആണ് കേട്ടോ. ഇനി നമ്മുടെ ATM ആയി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആരാണ് ATMൻ്റെ ഇൻവെൻറ്റർ? ആരാണ്? ജോൺ ഷെപ്പേർഡ് ആണ് കേട്ടോ. ജോൺ ഷെപ്പേർഡ്, ജോൺ ബാരൻ ഷെപ്പേർഡ് എന്നറിയപ്പെടുന്ന ആളാണ് ഇൻവെൻറ്റർ. ആളാണ് ഫാദർ ഓഫ് ATM എന്നറിയപ്പെടുന്നത്. വേൾഡിൽ നോക്കുകയാണെങ്കിൽ ബാർക്ലൈസ് ബാങ്കാണ് 1967 ATM കൊണ്ടുവരുന്നത് അല്ലേ. ബാർക്ലൈസ് ബാങ്കാണ് വേൾഡിൽ 1967 ലണ്ടൻ ബേസ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ATM ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷനാണ്. മുംബൈയിലാണ് 1987 മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ, അവരുടെ മെയിൻ ഓഫീസിൽ തന്നെ. അപ്പോൾ പേര് പഠിക്കണം, വർഷം പഠിക്കണം. ബാർക്ലൈസ് ബാങ്ക് പഠിക്കണം വേൾഡിൽ. ലണ്ടൻ 1967, ജോൺ ഷെപ്പേർഡ് ബാരൻ ഫാദർ അല്ലെങ്കിൽ ഇൻവെൻറ്റർ. HSBC ആണ് ഇന്ത്യയിൽ ഫസ്റ്റ് ATM കൊണ്ടുവരുന്നത്. അറിയുന്നതാവും, എല്ലാവർക്കും അറിയുന്നതാവും. അതിലൊന്ന് മെമ്മറി ഒന്ന് ഫ്രഷ് ചെയ്ത് പോകാട്ടോ. 1987 ഇന്ത്യയിൽ വന്ന വർഷം. സ്ഥലം ഏതാ? മുംബൈയിലാണ് കേട്ടോ. ഫസ്റ്റ് മൊബൈൽ ATM ലോഞ്ച് ചെയ്തത് ICICI ബാങ്കാണ്. ഫ്ലോട്ടിംഗ് ATM എവിടെയാണ്? ഫ്ലോട്ടിംഗ് ATM നമ്മൾ കേരളത്തിലാണ്. കേരളത്തിൽ പിന്നെ ഫ്ലോട്ടിംഗ് ATM കൊണ്ടുവന്നത് SBI ആണ് അല്ലേ. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM കൊണ്ടുവന്നത് കൊച്ചിയിലെ ബോട്ടിലായിരുന്നു, ഫെറി ബോട്ടിൽ 2004. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് പറയുന്നത്, അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തു. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് പിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വിച്ച് ഈസ് നോട്ട് ആൻ ആൾട്ടർനേറ്റ് ചാനൽ ഓഫ് പേയ്മെൻറ്റ്. ചാനൽ ഓഫ് പേയ്മെൻറ്റ് അല്ലാത്തതാണ്. ബാക്കിയൊക്കെ ചാനൽ ഓഫ് പേയ്മെൻ്റ് ആണ്. ഒരെണ്ണം മാത്രം അതല്ല. ഏതാ അല്ലാത്തത്? ഇൻ്റർനെറ്റ് ബാങ്കിങ് ചാനൽ ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് വൈഡ് വെബ് അതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. വേൾഡ് വൈഡ് വെബാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. മൊബൈൽ ബാങ്കിങ് അതെ, പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ആൾട്ടർനേറ്റ് ചാനൽ ഓഫ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ വേൾഡ് വൈഡ് വെബാണ് ഇവിടെ ആൻസറായിട്ട് വരിക കേട്ടോ. ഇനി ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ക്ലിയറിങ്ങിൽ പ്രസൻറ്റിംഗ് ബാങ്ക് റിക്വയർഡ് ടു പ്രിസർവ് ദ പെയ്ഡ് ചെക്ക് ഫോർ പീരിയഡ് ഓഫ്. എത്ര കാലം ഈ പെയ്ഡ് ചെക്ക് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര കാലം സൂക്ഷിക്കണം? 10 വർഷമാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെക്ക് CTS എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ട്രങ്കേഷൻ. ഇപ്പോൾ ചെക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചെക്ക് നമ്മൾ കളക്ട് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്കലി ആണ് അയക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്കലിയാണ് ഈ CTS നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഫിസിക്കൽ ചെക്കിന് അയച്ചു കൊടുക്കുകയാണോ ചെയ്യണം? അല്ല. അപ്പോൾ അതിൻ്റെ CTSൽ ഇലക്ട്രോണിക് രൂപം മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഫിസിക്കൽ ചെക്ക് ഇവരുടെ കയ്യിൽ തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇത് ഇപ്പം തന്നെ നശിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും 10 വർഷത്തോളം ആ ബാങ്കുകൾ, പ്രസൻറ്റിംഗ് ബാങ്കുകൾ അത് പ്രിസർവ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 10 വർഷത്തോളം പ്രസൻറ്റിംഗ് ബാങ്കുകൾ ഇത് പ്രിസർവ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൽ കേട്ടോ. ഇനി അടുത്തത് UPIനെ കുറിച്ചിട്ടാണ് പറയുന്നത്. UPI ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? NPCI ആണ്. അപ്പോൾ UPIയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ UPI എന്താണ്? ഒരു ഇൻസ്റ്റൻറ്റ് റിയൽ ടൈം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിയൽ ടൈം ഇലക്ട്രോണിക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് UPI എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് UPI നമ്മുടെ ATM അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ചോദിച്ചിട്ടില്ല. ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസാണ് നമ്മളെ ഫസ്റ്റ് UPI ATM എന്നറിയപ്പെടുന്നത് കേട്ടോ. വൈറ്റ് ലേബൽ ATM ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് ആണ്. അപ്പോൾ UPI ലോഞ്ച് ചെയ്തത് ആരാണ്? NPCI ആണ്. ഏതാണ് ഡേറ്റ്? കറക്റ്റ് 2016 കേട്ടോ. ഏപ്രിൽ 11, 2016 രഘുറാം രാജനായിരുന്നു ആ സമയത്ത് RBI ഗവർണറായിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
ഏപ്രിൽ 11, 2016 UPI സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രഘുറാം രാജൻ്റെ കാലത്താണ് UPI വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ UPI ഇപ്പോൾ ഒരുപാട്, അതായത് NPCI ആണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ റെഗുലേഷൻസ് RBIയുടെ ഉണ്ട്. RBIയുടെ റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ്. അതൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സമ്പ്രദായം ആയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ RBI പുറത്തിറക്കുന്ന എല്ലാ റെഗുലേഷൻസും അവർ പാലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ പേഴ്സൺ ടു പേഴ്സൺ P2Pനെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ P2Mനെയും പേഴ്സൺ ടു മർച്ചൻ്റ് ആണെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, QR കോഡ് വേണം, അതുപോലെ മൊബൈൽ നമ്പറോ UPI ID ഒക്കെ വെച്ചിട്ടാണത് എന്ത് ചെയ്യുന്നത്, പിന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് കേട്ടോ. പിന്നെ UPI ലൈറ്റ് 2022 പുതിയത് കൊണ്ടുവന്നതാണ് UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. സ്മോൾ വാല്യൂ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അതായത് ഒരു ഏകദേശം ബിലോ 1000 രൂപയ്ക്ക് താഴെ ഉള്ളതാണ് UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയത്. 1000 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അതിന് UPI പിന്നൊന്നും വേണ്ട, പിന്നൊന്നും ഇല്ലാതെ തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നതാണ് അതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ കുറേ ഇപ്പം പലതരത്തിലുള്ള ഒരുപാട് പിന്നെ ഓഫ്ലൈൻ ട്രാൻസ്ഫറുകളും, അതുപോലെ UPI NF ഒരു ക്രെഡിറ്റ് ലൈൻ UPI, അതുപോലെ ഹലോ UPI, അല്ലെങ്കിൽ വോയിസ് ബേസ്ഡ് ആണ് കേട്ടോ ഹലോ UPI എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് UPIയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് വന്നിട്ടുള്ളത് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് സ്പെസിഫിക്കലി ടു ഡാമേജ് ഓർ ഡിസ്ട്രപ്റ്റ് എ സിസ്റ്റം. വൈറസ്, ട്രോജൻ ഹോസ്റ്റ് പോലെ ഒരു മാലീഷ്യസ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി എന്തിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് മാൽവെയർ. എന്താ അതിൻ്റെ പേര്? മാൽവെയർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഇനി അടുത്തത് പേയ്മെൻറ്റ് ബാങ്ക് ആണ്. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? 100 കോടിയാണ് കേട്ടോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ. അപ്പോൾ 200 കോടി ഏതിൻ്റെയാണ്? 200 കോടി ഏതിൻ്റെയാണ്? സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയാണ് 200 കോടി. അന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ 200 കോടിയാണ്. 500 കോടി യൂണിവേഴ്സൽ ബാങ്കിൻ്റെയാണ് കേട്ടോ. യൂണിവേഴ്സൽ ബാങ്കിൻ്റെ 500 കോടിയാണ്. അപ്പോൾ 1000 കോടി അല്ലേന്ന് ചോദിച്ചാൽ 1000 കോടിക്ക് ഉള്ള ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പിന്നെ നിലവിൽ വന്നിട്ടില്ല. എപ്പോഴും 500 കോടി തന്നെയാണ് പറയുന്നത് കേട്ടോ. 1000 കോടി ആക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. യൂണിവേഴ്സൽ ബാങ്കിന് ഇപ്പോൾ 500 കോടി തന്നെയാണ് പറയുന്നത് കേട്ടോ. 1000 കോടി ഭാവിയിലാവുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ 500 കോടിയാണ്. അപ്പോൾ അന്ന് നോട്ട് ചെയ്യുക. പേയ്മെൻറ്റ് ബാങ്കിന് 100 കോടി, സ്മോൾ ഫിനാൻസ് ബാങ്കിന് 200 കോടി, യൂണിവേഴ്സൽ ബാങ്കിന് 500 കോടി. ഓക്കെ, അടുത്തത് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ടൈം പീരിയഡ് ഡ്യൂറിങ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഈസ് ടു ബി കെപ്റ്റ് ബൈ ബാങ്ക്സ് അണ്ടർ KYC ഡയറക്റ്റീവ്സ് പ്രകാരം എത്ര കാലം ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. KYC ഡയറക്റ്റീവ്സ് പ്രകാരം എത്ര കാലം അതിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കണം. ട്രാൻസാക്ഷൻസ് റെക്കോർഡാണ് കേട്ടോ. റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്, അത് സൂക്ഷിച്ചു വെക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ ഉത്തരം വരിക? 5 വർഷമാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് കേട്ടോ. 5 വർഷം. അപ്പം നേരത്തെ നമ്മളതുപോലെ ഒരു സൂക്ഷിക്കേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതും അതുപോലെയാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞില്ലേ 10 വർഷം പ്രസൻറ്റിംഗ് ബാങ്കുകൾ കൊടുത്ത ചെക്കുകൾ 10 വർഷം സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് KYC ഡയറക്ടേഴ്സിൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് എത്ര കാലം സൂക്ഷിക്കണം? 5 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ 10 വർഷം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ആ റെഗുലേറ്റഡ് ബൈ, റെഗുലേഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഓടിപ്പോവരുത്. റെഗുലേഷൻ നടത്തുന്നത് ആരാണ്? റെഗുലേഷൻ നടത്തുന്നത് RBIയും സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? നബാർഡുമാണ് കേട്ടോ. പലപ്പോഴും അവർ ഉത്തരം ചിലപ്പോൾ മാറ്റിമറിച്ചൊക്കെ തരാറുണ്ട്. ഇപ്രാവശ്യം RBI ആണ് തന്നിട്ടുള്ളത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBIയും സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഓൺലി ബൈ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഏത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയാണ് നമ്മുടെ BSBD അക്കൗണ്ട് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു കാറ്റഗറീനൊന്നും പറയുന്നില്ല അല്ലേ. ഇന്ന ആൾക്ക് മാത്രമേ BSBD തുടങ്ങാൻ പാടുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനി പേഴ്സൺ ക്യാൻ ഓപ്പൺ എന്ന് കൊടുക്കാം. ഓക്കെ, അതാണ് ഉത്തരമായിട്ട് വരിക. എനി പേഴ്സൺ ക്യാൻ ഓപ്പൺ. ഇന്ന ആൾക്ക് മാത്രമേ, റൂറൽ ഏരിയയിലേക്ക് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ, അർബൻ ഏരിയക്കാർക്ക് തുടങ്ങാൻ പാടില്ല, BPL കാറ്റഗറിക്ക് താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനി പേഴ്സൺ ക്യാൻ ഓപ്പൺ. ഓക്കെ, BSBD അക്കൗണ്ട് കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ അപ്രോച്ചിങ് എ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഫോർ റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ബൈ എ കസ്റ്റമർ?
ഒരു കസ്റ്റമർ റിഡ്രസലിന് വേണ്ടിയിട്ട് ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ട ടൈം ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടൈം ലിമിറ്റ്. അപ്പോൾ ടൈം ലിമിറ്റൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓപ്ഷന് നല്ല സമാധാനമായിട്ട് ശാന്തമായിട്ട് ഓരോ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. എക്സാം ഹാളിൽ ധൃതി പാടില്ല. വിത്തിൻ 3 years മനസ്സിലാവാത്താണെങ്കിൽ നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു ഒരു റൗണ്ടും കൂടി വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സൊന്ന് കാമായ ഇത്രയും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. വിത്തിൻ 3 years ഓഫ് റിജക്ഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ബൈ ദ ബാങ്കർ റിജക്റ്റ് ചെയ്ത് 3 വർഷത്തിന് ശേഷമാണോ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്? വിത്തിൻ 2 years ആണോ? വിത്തിൻ 1 year ആണോ? വിത്തിൻ 1 month ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു കംപ്ലൈൻറ്റ് എറൈസ് ചെയ്യുമ്പം നമ്മൾ ആദ്യം കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് നേരിട്ടോ ബാങ്കിങ് ഓംബുഡ്സ്മാൻ അല്ല പോകേണ്ടത്. നമ്മുടെ റെഗുലേറ്റഡ് എൻറ്റിറ്റി, അതായത് ബാങ്ക് ആയിരിക്കാം, ആരോ ആയിരിക്കാം, NBFC കമ്പനീസ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ആരെ വേണമെങ്കിലും ആവാം. അവരൊക്കെ എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ്. NBFC ഒക്കെ ഇപ്പം ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കീഴിലാണ്. രജിസ്റ്റർ ചെയ്യണം കേട്ടോ. RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NBFCക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ഇല്ല. ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് നമ്മുടെ RBIക്ക് എന്തില്ല, അതിൽ അണ്ടറിലല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കംപ്ലയിൻസ് ഒന്നും ഇതിലെടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അവരൊക്കെ വേറെയാണ്. ഹൗസിംഗ് ഫിനാൻസിൻ്റെ എക്സ്ക്ലൂഡഡ് ആണ്, അവരില്ല. പക്ഷേ NBFC രജിസ്റ്റേർഡ് NBFCs ആണെങ്കിൽ ഇവർക്ക് കൊടുക്കാം. അതേപോലെ ബാക്കി എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ബാക്കി എല്ലാ ബാങ്കുകളും ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അവർക്കൊക്കെ ഗ്രീവൻസസുമായി കസ്റ്റമർക്ക് എന്ത് തരം ഗ്രീവൻസസ് ഉണ്ടെങ്കിലും റിഡ്രസൽ പരിഹാരം കൊടുക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാനിലൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ്, പിന്നെ IOS, RBI IOS ഇൻ്റഗ്രേറ്റഡ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമാണ് 2021. ഡേറ്റ് പഠിക്കണം, November 12 ആണ് കേട്ടോ. November 12, 2021 ഡേറ്റ് വന്നിട്ടുള്ളത്. November 12, 2021. 1 nation 1 ഓംബുഡ്സ്മാൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. RBI IOS എന്നാണ് പുതിയ പേര്. 12 November 2021. അപ്പോൾ നമ്മൾ പറഞ്ഞു റെഗുലേറ്റഡ് എൻറ്റിറ്റിക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. അപ്പോൾ അത് അതിന് അവർ പരാതി കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. 30 days വെയിറ്റ് ചെയ്യണം. 30 daysന് വെയിറ്റ് ചെയ്ത് നമുക്കൊരു ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഇത് കിട്ടി. പക്ഷേ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവർ മിണ്ടിയില്ല എന്ന് വിചാരിക്കുക. അവരൊന്നും മിണ്ടുന്നില്ല. അന്നെങ്കിൽ നമുക്ക് കിട്ടി, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടുന്നില്ല, അവർ ഒന്നും റിജക്ഷനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 year, ആഫ്റ്റർ 1 year ഇത് കിട്ടി, ഇതിന്ന് റെസിപ്റ്റ് ഓഫ് റിപ്ലൈ കിട്ടി. ആഫ്റ്റർ 1 year ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. റിപ്ലൈ കിട്ടി ആഫ്റ്റർ 1 year ആകുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ നോട്ട് ചെയ്യണം. സോ അപ്പോൾ ഈ 1 year ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 1 year വരുന്നത് എവിടെയാണ്? C ഓപ്ഷനിലല്ലേ. അപ്പോൾ അതാണ് ഉത്തരം കേട്ടോ. വിത്തിൻ 1 year ഓഫ് റിജക്ഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ബൈ ദ ബാങ്കർ. ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ അവർ തന്ന റിപ്ലൈ നമുക്ക് സ്വീകാര്യമായില്ല, സാറ്റിസ്ഫൈഡ് ആയില്ല, എന്തോ ആവാം. എന്താണെങ്കിലും നമുക്ക് 1 വർഷം, അവർക്ക് ആ 30 ദിവസം കൊടുക്കണം. അപ്പോൾ ശരിക്കും 1 year 30 days എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ 1 year റെസിപ്റ്റ് ഓഫ് റിപ്ലൈ ലഭിച്ച് 1 വർഷത്തിനകം നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ആർക്ക്? RBI IOSലേക്ക് കേട്ടോ. RBI IOSൻ്റെ ഡേറ്റ് എത്താ 2021 November 12. 2ൻ്റെ കളിയാണ് അവിടെ. 12 November 2021. അവിടെ November 11 പക്ഷേ നോട്ട് ചെയ്യുക, 1ഉം 2ഉം മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു 0 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കാം. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ട് നമുക്ക് 20 ലക്ഷമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് കോമ്പൻസേഷൻ മാക്സിമം കോമ്പൻസേഷൻ പറയുന്നത് 20 ലക്ഷമാണ്. ഫിനാൻഷ്യൽ ലോസ് കേട്ടോ, മാക്സിമം ഫിനാൻഷ്യൽ ലോസ് കൊടുക്കുന്നത് 20 ലക്ഷമാണ്. പിന്നെ മെൻ്റൽ അഗണി, ഹറാസ്മെൻറ്റ് അതിന് കൊടുത്തിരുന്നത് 1 ലക്ഷമാണ്. അതിലിനി മാറ്റം വരാൻ പോവുകയാണ്, ഒന്ന് നോട്ട് ചെയ്യണം. പക്ഷേ ആ മാറ്റം വരുന്നത് July 1, 2026 മുതലേ പ്രാബല്യമാവുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളത് പഠിക്കരുത്. പക്ഷേ July 1, 2026 തൊട്ടിട്ട് ഈ ഒരു പുതിയ നിരക്കാണ് പ്രാബല്യത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കേസുകൾക്ക് പഴയ നിരക്കിൽ തന്നെയാണ്. 2021 എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പുതുക്കിയ ആ ഒരു നിരക്ക് വരിക July 1, 2026 മുതലാണ് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. RBI ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ ആൻസർ എടുത്താൽ മതി. കോമ്പൻസേഷൻ ക്യാപ്സ് അപ് ടു ഫിനാൻഷ്യൽ ലോസ് ആണെങ്കിൽ 20 lakhും ഹറാസ്മെൻറ്റിന് 1 lakh. പക്ഷേ July 1, 2026 ശേഷം അത് പ്രാബല്യത്തിൽ വരുമ്പോൾ 30 ലക്ഷവും 3 ലക്ഷമായിട്ട് ഉയരും കേട്ടോ. 30 ലക്ഷം 20 ലക്ഷത്തിന് പകരം 30 ലക്ഷമാവും, 1 ലക്ഷത്തിന് പകരം 3 ലക്ഷമാവും. അതൊന്ന് നോട്ട് ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ പോയിട്ട് 30 ലക്ഷം എഴുതരുത് കേട്ടോ, എന്നിട്ട് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ,
അപ്പോൾ 20 ലക്ഷമാണ്. അതാണ് റെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. എഫക്റ്റീവ് ആവുക എന്നാണ് ജൂലൈ 1, 2026 എഫക്റ്റീവ് ആവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അണ്ടർ ആൻ എൻറ്റിറ്റി ഫോംഡ്, ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അവർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് വിഷയം വന്നിട്ടുള്ളത്. അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പോസിബിൾ ആണെന്നുണ്ട്, നോട്ട് പോസിബിൾ ആണെന്നുണ്ട്. വിത്ത് ബെനഫിഷ്യറീസ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചാരിറ്റി കമ്മീഷണേഴ്സ് പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് പവർ എൻറ്റിറ്റി, ഒരു ട്രസ്റ്റിന് ആ ട്രസ്റ്റ് ആക്ട് പ്രകാരം, ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം 1882 എന്താ പറയുന്നത്? കനോട്ട് ഡെലിഗേറ്റ് ദയർ ഓഫീസ് ഓർ എനി അതർ ഡ്യൂട്ടീസ്. ഒരു ട്രസ്റ്റിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് പോസിബിൾ എന്നാണ് പറയുക. ഇനിയിപ്പോൾ എപ്പോൾ പോസിബിൾ ആവണമെങ്കിൽ ആ ട്രസ്റ്റ് ഡീഡിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പം മാത്രമേ, അല്ലാത്തടത്തോളം കാലം അത് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ബാങ്കേഴ്സ് ലീനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബാങ്കേഴ്സ് ലീൻ? ബാങ്കേഴ്സ് ലീൻ എന്ന് വെച്ചാൽ ബാങ്കിന് ഒരു തുക കിട്ടാനുണ്ടെങ്കിൽ അവർക്കത് പിടിച്ചു വയ്ക്കും അല്ലേ. നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി എന്താണോ അവരത് പിടിച്ചു വയ്ക്കും. അത് സാധാരണ ലീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പൊസഷൻ ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം വെച്ചിട്ട് കുറച്ച് തുക വാങ്ങി, അപ്പോൾ ആ തുക നമ്മൾ തിരിച്ചടവ് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് കിട്ടുള്ളൂ അല്ലേ, തിരിച്ചു തരുള്ളൂ. അതിപ്പോൾ വണ്ടിയാവാം, മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ അതെന്തായാലും അതൊരു അവകാശമാണ്. അപ്പോൾ ബാങ്കേഴ്സ് ലീൻ ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? സാധാരണ ലീനുകളിൽ ഓൺലി ഗ്രാൻസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി മാത്രമാണ്, അതായത് പിടിച്ചു വയ്ക്കാനുള്ള അവകാശം മാത്രമാണ് സ്റ്റാൻഡേർഡ് ലീനിൽ സാധാരണയായി ലഭിക്കാറുള്ളത്. നമ്മളൊരു തുക ഒരാളിൽ നിന്ന് കടം വാങ്ങുകയോ അതിന് പകരമായി നമ്മൾ കൊടുത്ത വസ്തു തുക തിരിച്ചടയ്ക്കുന്ന പക്ഷം മാത്രമേ അയാൾ തിരിച്ചു തരുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബൈക്ക് വെച്ചു, പണയമായി വെച്ച് നമ്മളൊരു തുക വാങ്ങിയെങ്കിൽ ആ തുക തിരിച്ചടയ്ക്കുമ്പോൾ മാത്രമേ ആ ബൈക്ക് നമുക്ക് എടുത്തുകൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ എന്തു. അപ്പോൾ അതാണ് നോർമലി ലീൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ലീൻ അല്ലെങ്കിൽ ജനറൽ ലീൻ. പക്ഷേ ബാങ്കറുടെ ലീന് ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് പോലെയാണ്. കാരണം ഇവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി റൈറ്റ് ഉണ്ട് ടു സെൽ ദ സെക്യൂരിറ്റീസ് ടു റിക്കവർ എ ഡെറ്റ്. ഈ ഡെറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് വിൽക്കാൻ ആർക്ക് അവകാശമുണ്ട്? ബാങ്കിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ബാങ്കറുടെ ലീന് ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് പോലെയാണ് എന്ന് പറയുന്നത്. പണയം വയ്ക്കുമ്പം ആ പണയക്കാരനെ എന്ത് ചെയ്യാൻ പറ്റും? വസ്തുവക വിറ്റ് അല്ലെങ്കിൽ എന്നിട്ട് ലേലം വിളിച്ചിട്ട് അയാൾക്ക് അതൊന്ന് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈടാക്കാൻ പറ്റും. അതേപോലെയുള്ള അതാണ് ബാങ്കിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ ലീനുകളെ അപേക്ഷിച്ച് സാധാരണ ലീനിൽ ഓൺലി ഗ്രാൻസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ പൊസഷൻ മാത്രമേ, കൈവശാവകാശം മാത്രമേ ഉള്ളൂ. പിന്നെ അത് ക്രയവിക്രയം നടത്താൻ പാടില്ല. പക്ഷേ ബാങ്കേഴ്സ് ലീൻ ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറയാൻ കാരണം ആൾക്കത് എന്ത് ചെയ്യാം? ബാങ്കേഴ്സ് ഹാസ് എ റൈറ്റ് ടു സെൽ ദ സെക്യൂരിറ്റി. ബാങ്കർക്ക് അത് വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ആ ബാങ്കിൻ്റെ കടം വീട്ടുകയും ചെയ്യാം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് സം മണി ഇൻ ഹിസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ബട്ട് ഫോർഗെറ്റ്സ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ അക്കൗണ്ട്. ദ ബാങ്ക് ക്രെഡിറ്റ്സ് ദ ഫണ്ട്സ് ഇൻ സൺട്രീസ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ ദിസ് കേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. എ കസ്റ്റമർ ഡെപ്പോസിറ്റ് സം മണി, ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു, പക്ഷേ പ്രത്യേകം നോട്ട് ചെയ്യണം, ഫോർഗെറ്റ് ചെയ്തു ടു പ്രൊവൈഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ അക്കൗണ്ട് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് നൽകാൻ മറന്നുപോയി എന്നുള്ള വാക്കും തന്നെ നമുക്കിത് ഏത് റിലേഷനാണെന്ന് കിട്ടാം. പിന്നെ ബാങ്ക് വീണ്ടും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവിടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ട്രസ്റ്റിയാണ്. ബാങ്ക് ഒരു ട്രസ്റ്റിയും നമ്മളൊരു ബെനഫിഷ്യറിയുമാണെന്ന് ഓർത്തു വയ്ക്കുക. ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അതെന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ കസ്റ്റമർ ഫോർഗെറ്റ്സ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ അക്കൗണ്ട്, എന്നിട്ടും ബാങ്ക് എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് എന്താണ്? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ബാങ്ക് നമ്മുടെ ട്രസ്റ്റിയാണ്, നമ്മൾ ബാങ്കിൻ്റെ ബെനഫിഷ്യറിയാണ്. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എ ബാങ്ക് ഹാസ് അക്വയേർഡ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഡിസ്പോസ് ഇറ്റ് ഓഫ് വിത്തിൻ 7 വർഷം. ആസ് പെർ ലോ എന്ന് പറഞ്ഞാൽ 7 വർഷം കൊണ്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ എന്ത് റെമഡിയാണ് ബാങ്കിന് ലഭിക്കുക?
ഇപ്പോൾ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ബാങ്കിന് എന്ത് റെമഡിയാണ് ലഭിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ 9 കേട്ടോ. BR ആക്ടിൻ്റെ സെക്ഷൻ 9 പറയുന്നുണ്ട് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ BR ആക്ടിലെ സെക്ഷൻ 9. BR ആക്ടിൻ്റെ സെക്ഷൻ 9 എന്താ പറയുന്നത്? അങ്ങനെ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലൈംസ് മോർ ദാൻ 7 ഇയേഴ്സ് സെൽ ചെയ്യണം, പ്രോപ്പർട്ടി സെൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അല്ലെങ്കിൽ RBIയിൽ നിന്ന് അവർക്കൊരു അഡീഷണൽ 5 ഇയേഴ്സ് എക്സ്റ്റൻഷൻ വാങ്ങിക്കാം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. RBI ക്യാൻ ഗ്രാൻഡ് എക്സ്റ്റൻഷൻസ് അപ് ടു ആൻ അഡീഷണൽ 5 ഇയേഴ്സ്. ഓക്കെ, അപ് ടു ആൻ അഡീഷണൽ 5 ഇയേഴ്സ് RBI കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ആ എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാം. ഏതാണ്? സിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണോ വാങ്ങിക്കുക? അല്ല, RBIയുടെ പെർമിഷനാണ് വാങ്ങിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കൊടുത്തിട്ടുള്ളത്. 5 വർഷം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് RBIയുടെ പെർമിഷൻ മേടിക്കാം. അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ പഠിക്കണം. സെക്ഷൻ 9 ഓഫ് BR ആക്ടിലാണ് ഇത് പറയുന്നത് കേട്ടോ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ 40ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. കുറച്ച് ലോങ് ആണ്, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാരണം കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റിഗാർഡ് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഒരു ഗൃഹനാഥൻ ഉണ്ടായിരിക്കും അല്ലേ? ആളാണ് കർത്ത എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ പാർട്ട്നേഴ്സ് എന്നാണ് അറിയപ്പെടുക കേട്ടോ. പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഡോട്ടേഴ്സ്, വെദർ മാരീഡ് ആയിക്കോട്ടെ അൺമാരീഡ് ആയിക്കോട്ടെ, അവർ തന്നെ പാർട്ട്നേഴ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? HUF ക്യാൻ ബിക്കം, HUFന് ഒരു പാർട്ട്ണർ ആവാൻ കഴിയുമോ? പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ ആവാൻ കഴിയുമോ? കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്യാൻ ബിക്കം എന്നാണ്, ആവാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെറ്റാണ് നോക്കേണ്ടത്, നോട്ട് കറക്റ്റ് ആണ് നോക്കേണ്ടത് കേട്ടോ. എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി ക്യാൻ ബി ഇറ്റ്സ് കർത്ത. HUFന് എൽഡസ്റ്റ് ഫാമിലി ഫീമെയിൽ മെമ്പറിനാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്ത ഹാസ് പവർ ടു ഡെറ്റ് ഇൻക്വയർ ചെയ്യാനും ഡോക്യുമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനും സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ചെയ്യാനും ഓൺ ദ ബിഹാഫ് ഓഫ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്, ലീഗൽ നെസസിറ്റി ഓഫ് ദ ഫാമിലി ഒക്കെ നടത്തുന്നത് ആരാണ്? കർത്തയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. HUFന് എന്ത് ഓപ്പൺ ചെയ്യാം? സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് നോട്ട് ചെയ്യണം കേട്ടോ. HUFന് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. പിന്നെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ HUFൻ്റെ ഒരു മെമ്പറാണ്. അതായത് HUFലെ ഒരു മെമ്പറാണ്, ഇൻഹെറിറ്റ് ആയി ജന്മം മൂലം ലഭിക്കുന്നതാണത് അല്ലേ? അപ്പം അവർക്ക് ജന്മം മൂലം തന്നെ ആ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. അതാണ് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. HUF കനോട്ട് ബിക്കം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ സ്വന്തം പേരിൽ HUFന് ഒരു പാർട്ട്ണർ ആവാൻ കഴിയില്ല. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇറ്റ്സ് ഓൺ നെയിം ഒരു HUFൻ്റെ സ്വന്തം പേരിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർ ആവാൻ കഴിയില്ല. ഇനി വേണമെങ്കിൽ കർത്തയ്ക്ക് വേണമെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദിസ് HUF പാർട്ട്ണർ ആവാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുക? കർത്തയാണ് ചെയ്യുക, നോട്ട് HUF. HUFന് സ്വന്തം പേരിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അംഗമാവാൻ കഴിയില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ക്യാൻ ബിക്കം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ അത് തെറ്റാണ് കേട്ടോ. കനോട്ടാണ് വരേണ്ടത് കേട്ടോ. HUF കനോട്ട് ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ തെറ്റാണല്ലോ ചോദിച്ചിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? HUF cannot become a partner in a partnership firm, but a കർത്ത ക്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? become a partner on behalf of this HUF. ഇനി ഡോട്ടേഴ്സ് വെദർ മാരീഡ് ഓർ അൺമാരീഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കല്യാണം കഴിച്ച് പോയി എന്ന് വെച്ചാലും ആൾക്ക് പാർട്ട്ണറായി തുടരാൻ പറ്റും. എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പറിന് കർത്തയാവാൻ പറ്റുമോ? പറ്റും. എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പറിനും കർത്തയാവാം, മെയിൽ മെമ്പറിനും കർത്തയാവാം. മെയിൽ മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫീമെയിൽ മെമ്പറിന് കർത്തയാവാൻ പറ്റും. ഇനി കർത്തയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതും സെക്യൂരിറ്റീസ് പ്ലഡ്ജ് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം കർത്തയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ നെസസിറ്റി, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ നെസസിറ്റി, ഫാമിലി ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കർത്തയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ കർത്ത ആരാണ്? ഹെഡ് ഓഫ് ദ ഫാമിലിയാണ്. ഓക്കെ. ലീഗൽ നെസസിറ്റി ചെയ്യുന്നു, അതായത് ഡെറ്റ് റീപേ ചെയ്യുക, മെഡിക്കൽ എമർജൻസീസ് എന്തെങ്കിലും വന്നാൽ അത് നിവർത്തിക്കുക, എസ്റ്റേറ്റ് ബെനിഫിറ്റ് ഓഫ് ദ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഇംപ്രൂവ്മെൻറ്റ് നടത്തുക,
ഇൻഡിസ്പെൻസിബിൾ റിലീജിയസ് ഡ്യൂട്ടീസ്, സെറിമണീസ് പെർഫോം ചെയ്യുക, അതൊക്കെയാണ്. അതുപോലെ തന്നെ കർത്തയ്ക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ കൂടാതെ ഇനിയിപ്പം പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കർത്ത പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മറ്റു കോപാർട്സനും ഉണ്ടായിരിക്കേണ്ട കാര്യമൊന്നുമല്ല, അവർക്കത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അതും ഒരു ഇതാണ്. കർത്ത ചെയ്യുന്നത് എല്ലാം ശരണം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല, അവർക്ക് എന്ത് ചെയ്യാം, ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ പറയുന്നത്, അതായത് ഹിന്ദു സക്സഷൻ ആക്റ്റിൽ 2005 ഒരു അമെൻമെൻറ്റ് വന്നു. അതിന് ശേഷമാണ് ഈ ഒരു ഡോട്ടേഴ്സിനെയൊക്കെ പണ്ട്, അതായത് മുമ്പ് ഈ ഡോട്ടേഴ്സിനെ വിവാഹം കഴിച്ചു വേറെ കുടുംബത്തിലേക്ക് പോയവരെന്നെ എന്താക്കില്ല, കോ പാർട്ട്ണറായി തുടരാൻ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ 2005 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്കുമാകാം എന്ന ഒരു വ്യവസ്ഥയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഈ അമെൻമെൻറ്റ് ഗേവ് ഡോട്ടേഴ്സ് ഈക്വൽ റൈറ്റ്സ് ആസ് സൺ, സണ്ണിനെ പോലെ തന്നെ ഒരു ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട് എന്ന് ഹിന്ദു സക്സഷൻ ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവന്നത് 2005 അപ്പോൾ ഇഫ് എ ഡോട്ടർ മാരീസ്, മറ്റൊരു കുടുംബത്തേക്ക് പോയാലും ഷീ കണ്ടിന്യൂസ് ടു ബി എ കോ പാർട്ട്ണർ ഇൻ ഹെർ ഫാദേഴ്സ് HUF, അതിൻ്റെ അച്ഛൻ്റെ HUFൽ ഒരംഗമായി തുടരാനുള്ള അവകാശം ഈ കുട്ടിക്ക്, അതായത് പെൺകുട്ടികൾക്ക് ഉണ്ട്. എന്ത് പ്രകാരം? ഈ 2005 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ടീഷൻ്റെ സമയത്ത് പാർട്ടീഷൻ ഡിമാൻഡ് ചെയ്യാനും അവരുടെ ഷെയർ ക്ലെയിം ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് ഹെർ ഡെത്ത്, ഹെർ ലീഗൽ ഹെയർസ്, അവരുടെ ചിൽഡ്രനോ ഹസ്ബൻഡിനോ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെയർ ചോദിക്കാൻ പറ്റും കേട്ടോ. ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധം മുറിയുന്നില്ല, ചിൽഡ്രനും ഹസ്ബൻഡിനും എന്താണ് ഇൻഹെറിറ്റ് ആയിട്ട് ഈ ഒരു കോ പാർട്ട്ണർഷിപ്പിൽ തുടരാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ.